അവസാന പാട്ട്, പിന്നെ വീണ്ടും ഹിക്കായത്ത്, പിന്നെ വീണ്ടും പാട്ട്. ഇതിന്റെ പേരടി കോപ്പി മൗലിദും നമ്മുടെ ഇടയിൽ സുപരിചിതമാണ്. എന്റെ സഹോദര, അത് പുത്തൻ ആചാരല്ലേ മോനെ, വേണോ നമുക്ക് ഒഴിവാക്കിക്കൂടെ? അല്ലേ പുത്തൻ ആചാരം? ഇങ്ങനെ ഓരോന്നിനെയും അനുകരിച്ചുകൊണ്ട് കടന്നു വന്നത്. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മാലപ്പാട്ട് ഏതാ? മുഹിയുദ്ദീൻ മാല. അതെന്നേ ഉണ്ടായി? അത് 402 കൊല്ലം മുമ്പ്. ആരെ കൊണ്ടുവന്ന്? കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ്. 402 കൊല്ലം മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് മാലപ്പാട്ട് പരിചയമില്ല. അതിനുശേഷമാണ് നൂൽമാല വരുന്നത്, അതിനുശേഷമാണ് റിഫായി മാല വരുന്നത്, അതിനുശേഷമാണ് നഫീസത്ത് മാല വരുന്നത്. എങ്കിൽ 400 കൊല്ലം മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് മാലപ്പാട്ട് അറിയില്ല. ഇനിയോ നിങ്ങൾ ആലോചിക്ക്, ഈ കുത്തുബിയ്യത്ത് എന്താ? അതും നമുക്കറിയാമല്ലോ. 400-450 കാലഘട്ടങ്ങളിൽ ബാഗ്ദാദിൽ ജനിച്ച മുഹിയുദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് എഴുതിയുണ്ടാക്കിയത് അതാരെഴുതി? തമിഴ്നാട്ടിലെ കായൽപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച സ്വദഖത്തുല്ലാഹിൽ കാഹിലി എന്ന് പറയുന്ന 1040 ഹിജ്റ 1040 ജനിക്കുകയും 1115 മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അഥവാ 1050 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് മുഹിയുദ്ദീൻ മാല അറിയില്ല. ഏറ്റവും ലളിതമായി ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു എങ്ങാനും മുഹിയുദ്ദീൻ ഷെയ്ഖിന് രണ്ടാമത് ഒരു ജന്മം കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു മുഹിയുദ്ദീൻ ഷെയ്ഖിന് രണ്ടാമതൊരു ജന്മം കൊടുത്തു എന്ന് നിങ്ങൾ ആലോചിക്കുക. അദ്ദേഹം നേരെ മഹല്ല് പള്ളി വരും. എന്തിനാ? മെമ്പർഷിപ്പ് എടുക്കാൻ. പള്ളി സെക്രട്ടറി ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം, നിങ്ങൾ സുന്നിയാ? നിങ്ങൾ സുന്നിയാ? അദ്ദേഹം ചോദിക്കും, എന്തേ? അല്ല, നിങ്ങൾ കുത്തുബിയ്യത്തൊക്കെ ചെല്ലാറുണ്ടോ? കുത്തുബിയ്യത്തോ? ഞാനൊന്നും പരിചയമില്ലല്ലോ. മുഹിയുദ്ദീൻ മാലൊന്നും പാടില്ല. പടച്ചോനെ, എന്റെ പേരിലൊരു മാലേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഓ, നിങ്ങൾ വഹാബിയാണില്ലേ? പൊയ്ക്കോ, ഇവിടെ വേണ്ട, അപ്പുറത്തെ പള്ളി പൊയ്ക്കോ. ആ സാധു മുജാഹിദ് പള്ളി വരേണ്ടി വരും അല്ലേ? അദ്ദേഹത്തിന് പോലും പരിചയമില്ലാത്ത ആചാരം. കാലങ്ങൾ കഴിഞ്ഞ് കടന്നു വന്ന ഈ അനുഷ്ഠാനങ്ങളെ എന്തിനാ മതത്തിന്റെ പേരിൽ പേറിക്കൊണ്ട് നടക്കുന്നത്? എന്റെ സഹോദര, പുത്തൻ ആചാരം എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, അൽ ഹാബിലിൽ ഫതാവ ഇമാം സുയൂത്തി എഴുതിയതല്ലേ? അതിന്റെ 190, 196 രണ്ട് പേജുകളിലും പറഞ്ഞു, അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ ലം തുൻകൽ ലൻ അഹദ് മിന സലഫ് സാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെ സലഫ് സാലിഹുകളുടെ ആരിൽ നിന്നും ചര്യയില്ലാത്തത് കൊണ്ട് മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. 300 കൊല്ലം കഴിഞ്ഞ് വന്നതല്ലേ? ഇമാം ഫാഖിയാനിയും പറഞ്ഞു. അദ്ദേഹം പറയുന്നു, മൗലിദ് മുമ്പുള്ള ആരും ചൊല്ലിയിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, വലൗ കാന ഫീ ഹാദാ ഖൈറാ കൈഫ യഅഫലു അൻഹു അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹും. മൗലിദിൽ ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ ഈ 4 ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് അശ്രദ്ധരായത്? ഈ 4 പേരും എന്തുകൊണ്ടാണ് ഇത് ചൊല്ലാതിരുന്നത്? വസായിരി സഹാബ, മറ്റുള്ള സഹാബത്തും ഇത് ചെയ്തിട്ടില്ല. താബിഈകൾക്കും ഇത് പരിചയമില്ല. വൽ അഇമ്മാ, മദ്ഹബിന്റെ ഇമാമുകൾക്കും ഇത് പരിചയമില്ല. ശേഷം അദ്ദേഹം പറയുന്നു, ലാ ശക്ക, സംശയം വേണ്ട, അന്നഹു അഹ്ദസഹു, അത് പുതുതായി ഉണ്ടായത് തന്നെയാ. തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ രേഖപ്പെടുത്തിയില്ലേ? അൽ മവാഹിബുൽ ജലിയ നോക്കിക്കോ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, 300 കൊല്ലങ്ങൾ കഴിഞ്ഞു വന്നതാ. സംശയമുണ്ടോ? ഹലബി 1-ാം ഭാഗത്തിൽ നോക്കിക്കോ. ആരാ ഇത് കൊണ്ടുവന്നത് എന്നറിയാമോ? മലിക്കുൽ മുസഫർ, ധീരനായൊരു രാജനാ, ഹിർബൽ ഭരിച്ചവനാണ്, വന്ദരമിഷ്ടനാ. ഹിജ്റ 300-ാം വർഷത്തിൽ ഹിർബലിന്റെ ഭരണാധികാരി മുസഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നത് അത് ഇസ്ലാമിന് പ്രമാണമാണോ? അത് ഇസ്ലാമിന് പ്രമാണമാണോ? എന്റെ സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഇവിടെ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ചരിത്രം പഠിക്കുന്നവർക്കറിയാം, മുസഫർ രാജാവ് ഹിർബൽ ഭരിക്കുന്നത് 300-ാം കൊല്ലത്തിലല്ല, 600-ാം കൊല്ലത്തിലാ. പിന്നെ ആരാ 300-ാം കൊല്ലത്തിൽ ഭരണം നടത്തിയിരുന്നത്? അത് ഫാത്തിമിയ ഖിലാഫത്ത് തന്നെ.
ഷീസം കൊടികുത്തി വാണിരുന്ന കാലഘട്ടം, അതേ ഫാത്തിമിയ കാലഘട്ടത്തിന്റെ 362 കൊല്ലമാണ് മൗലിദ് എന്നുള്ളത് രചിക്കപ്പെടുന്ന സമ്പ്രദായം തന്നെ ഉണ്ടായത്. പിന്നീട് 600 കാലഘട്ടത്തിൽ മുസഫർ രാജാവ് അതിനെ ജന്മദിനമായി പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 300 കൊല്ലം വരെ പരിചയമില്ല. ഫത്ഹുൽ മുഈൻ ഉണ്ടല്ലോ, പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈൻ, അതിന്റെ ഹാഷിയ യാന താലിബീന നിങ്ങൾ നോക്കിക്കോ, അവിടെ തന്നെ പറഞ്ഞില്ലേ ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണെന്ന് പറയുമ്പോ എന്റെ സഹോദര, ഇത് ചൊല്ലാതിരുന്ന 300 കൊല്ലത്തിന്റെ ആളുകൾ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഉത്തമർ അവരെന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പഠിപ്പിച്ച ഉത്തമരായ 3 തലമുറക്കും ഇതിനെക്കുറിച്ച് പരിചയമില്ല. അതുകൊണ്ട് സഹോദര, അത് വേണ്ട. ഇങ്ങനെ ഒരു പുത്തൻ ആചാരം ഒരാൾ ചെയ്യുമ്പോ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട മതമാണെന്ന് 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ആയത്തിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പ്രവാചകൻ ദുൽഹജ്ജ് 9 ജബലുർ റഹ്മയുടെ പർവ്വതത്തിനടുത്ത് വെച്ച് അസ്ർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കവേ അല്ലാഹു തആല ഓതിക്കൊടുത്ത ആയത്തല്ലേ ഇന്ന് ഇസ്ലാമിനെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരുകയും ചെയ്തു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി കൊണ്ട് തൃപ്തിപ്പെട്ട് നൽകി എന്ന് അല്ലാഹു തആല പറയുമ്പോ ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? മാലിക് ഇമാം മദ്ഹബിന്റെ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയല്ലേ, അതേ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ആചാരം കൊണ്ടുവരികയാണോ, ഫഖദ് സഇബ അന്ന മുഹമ്മദൻ ഖദ് ഖാന ഫിർ റിസാല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചു പോയി. എന്റെ സഹോദരാ, മുഹമ്മദ് നബി വഞ്ചകനാണെന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹു വെറുതെ വിടുമോ? ഇനിയും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല സഹോദരന്മാരെ. ഈ ഒരു പുത്തൻ ആചാരം ആരെങ്കിലും ചെയ്യുകയാണോ, അതൊഴിവാക്കാത്തിടത്തോളം കാലം അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചില്ലേ, കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിലേക്ക് പുതുതായി വരുന്ന ആചാരങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെ. എല്ലാ വഴിപിഴച്ചതും നരകത്തിലേക്കാണെന്ന് പഠിപ്പിക്കുമ്പോ, എല്ലാ വഴിപിഴച്ചതും നരകത്തിലേക്കാണെന്ന് പഠിപ്പിക്കുമ്പോ ബിദ്അത്തിന്റെ അവസാനം നരകമാണ്. ഇനിയോ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ മറിയിടപ്പെടുകയാണ്. ആ പ്രവാചകൻ പറയുന്നു, റബ്ബേ, എന്റെ സമൂഹമാണ് നാഥാ, അല്ലാഹു വിട്ടുകൊടുക്കുന്നില്ല. അല്ലാഹു പറയുന്നത് എന്താ? നിന്റെ കാലശേഷം ഇവരെന്താണ് ചെയ്തത് എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് അവർക്ക് ഹൗദുൽ കൗസറില്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, പുത്തൻ വാദങ്ങളെ പരിപൂർണമായി ഒഴിവാക്കാൻ തയ്യാറാകണേ. ഇനി മൗലിദിനെ എതിർക്കാനുള്ള 2ാമത്തെ കാരണം നിങ്ങൾക്കറിയുമോ? അതിന് തൗഹീദിന് വിരുദ്ധമായ വരികളുണ്ട്. മുജാഹിദുകൾക്ക് പറയാനുള്ളത് എന്താ? ഈ മൗലിദിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം. അതെവിടുന്ന്? ഇനി മുജാഹിദുകൾ കൊടുത്ത അർത്ഥാണോ? വേണ്ട. പാർന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാരോ മുഹമ്മദ് ഫൈസിയോ മുസ്തഫൽ ഫൈസിയോ എത്ര എഴുതിയിട്ടുണ്ട്, അതൊന്ന് പഠിച്ചൂടെ? മൗലിദിന്റെ അർത്ഥം അറിയില്ല ആളുകൾക്ക്, അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങളാണ് അല്ലേ? സാധാരണ മൗലിദ് മറ്റേ സുആലും ജവാബൊക്കെ ഇട്ട് മൗലിദ് ചെല്ലുമ്പോ ഒരു കൂട്ടർ സൈഡിൽ നിന്ന് ചെല്ലും, ഇപ്പുറത്തുനിന്ന് ജവാബ് ചെല്ലും. 2 കൂട്ടർക്ക് അറിയില്ല ഇതെന്തിനാ ചെല്ലുന്ന അല്ലേ? 2 കൂട്ടർക്ക് അറിയില്ല. ഒരാൾ ചെല്ലുന്നത് എന്താ? ارتكبت على الخطا غير حسير وعدت لك أشكو فيه يا سيدي خير النبي
കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി നബിയെ ഒരുപാട് തെറ്റുകൾ അട്ടിയിട്ടുകൊണ്ട് അതിന്റെ മേലെ ഞാൻ കയറിയിരിക്കുന്ന നബിയെ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു റസൂലേ. ഉടനെ തന്നെ മറുപടി ഒരാൾ പറയുന്നു നബി അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു. ഉടനെന്താ മറുപടി? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് എനിക്ക് അല്ല മതിയിടോ. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് എന്റെ മനസ്സിൽ അല്ലാണ്ട് ആരുമില്ല. സത്യം വേണമെങ്കിൽ നീ പഠിച്ചോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ പറയുന്ന നബിയെ അങ്ങയോട് അവരാധി ബോധിപ്പിക്കുന്നു. ഉടനെ തന്നെ മറുപടി എനിക്ക് അല്ല മതിയിടോ, എന്റെ മനസ്സിൽ അല്ലാതെ ആരുമില്ല. രണ്ട് പൊട്ടന്മാർക്കും അർത്ഥം അറിയുന്നില്ല, അവസാനം വരെയും തുടർന്ന് പോവുകയാ. ഇങ്ങനെ അബദ്ധജടിലമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. മൗലിദ് കഴിഞ്ഞാലെങ്കിലും ഒരു 10 ദിക്ർ ചൊല്ലുമല്ലോ പേരിന് അവസാനം. അതിനുവേണ്ടി മുസ്ലിയാര് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്. എന്താ? ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സയ്യിനൂ ഈമാനക്കും നിങ്ങളുടെ ഈമാനെന്ന് ജദ്ദിദൂ ഈമാനക്കും നിങ്ങളുടെ ഈമാനെന്ന് പുതുക്കിക്കോ. വസയ്യിനൂ അൽസിനതക്കും നിങ്ങളുടെ നാവൊന്ന് നന്നാക്കിക്കോ. വനവ്വിറൂ ഖുലൂബക്കും നിങ്ങളുടെ ഹൃദയം ഒന്ന് പ്രകാശപൂരിതമാക്കിക്കോ. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് ജദ്ദിദൂ ഈമാനക്കും നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കോ. ഇതുവരെ ചൊല്ലിയത് കൊണ്ട് നിങ്ങളുടെ ഈമാനൊക്കെ ബാത്തിലായി പോയിട്ടുണ്ട്, നിങ്ങളുടെ ഈമാനൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഈമാനൊന്ന് പുതുക്കിക്കോ. വനവ്വിറൂ ഖുലൂബക്കും നിങ്ങളുടെ ഹൃദയമൊക്കെ കരിപുരണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഹൃദയമൊന്ന് പ്രകാശപൂരിതമാക്കിക്കോ. വസയ്യിനൂ അൽസിനതക്കും ഇതുവരെ ചൊല്ലിയത് കൊണ്ട് നിങ്ങളുടെ നാവൊക്കെ മലീമസമായിട്ടുണ്ട്, അതുകൊണ്ട് നാവൊന്ന് നന്നാക്കിക്കോ. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് ഇതല്ലേ സഹോദരന്മാരെ മുജാഹിദുകളും പറഞ്ഞത്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചോ, ഈ മാലപ്പേ കൂത്തുകളെ ഒഴിവാക്കിക്കോ. റസൂലിനോട് ചോദിക്കുന്ന മങ്കുസ് മൗലിദാണോ ഷറഫുൽ അനാമാണോ? റസൂലിനോട് ചോദിക്കുന്നു. ബദർ മൗലിദാണോ? ബദരീങ്ങളോട് തേടുന്നു. കുത്തുബിയത്താണോ? മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നു. റസൂലിനെ കുറിച്ചുള്ള മദ്ഹിദാണോ? യാ സയ്യിദ സാദാതി ജീതുക ഖസീദാ അർജു ഹിമാക ഫലാ തുഖീബ് മഖ്സദി. യാ സയ്യിദ സാദാത്ത് നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, ജീതുക ഖസീദാ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. അർജു ഹിമാക അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖയ്യിബ് മഖ്സദി എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ല റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഏത് റസൂലിനോടാ സഹോദരന്മാരെ ചോദിക്കുന്നത്? ഏകനായി ദൈവത്തോട് മാത്രമേ ഞാൻ തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച, അതിനുവേണ്ടി മർദ്ദനങ്ങളെ സഹിച്ച, അതിനുവേണ്ടി പീഡനങ്ങളെ സഹിച്ച, ബദറും ഉഹുദും ഖന്തക്കും ഹുനൈനും ഖൈബറും ഉണ്ടായതെന്തിനാ? അത് തൗഹീദിന് വേണ്ടിയിട്ടാണെങ്കിൽ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, മക്കയുടെ നാട് വിട്ടു പോകേണ്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്, എനിക്കറിയാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാണെന്ന് എനിക്കറിയാം. നിന്റെ ആളുകൾ എന്നെ ആട്ടുവിട്ടില്ലേ, ഒരിക്കലും ഞാൻ പുറത്തു പോകില്ല എന്ന് കരങ്ങിക്കലഞ്ഞ കണ്ണുമായി പ്രവാചകൻ പോകുമ്പോ സഹോദരന്മാരെ ആലോചിക്കുന്നുണ്ടോ? ത്വായിഫിൽ വെച്ച് പീഡനങ്ങളെ സഹിക്കേണ്ടി
വന്നപ്പോ, നെറ്റിയിൽ നിന്നും കാലിൽ നിന്നും ഇങ്ങനെ രക്തം ധാരധാരയായി ഒഴുകേണ്ടി വന്നപ്പോ, തളർന്നവശനായിക്കൊണ്ട് ഈത്തപ്പന മരത്തിന്റെ താഴെ തലചായ്ച്ചിരിക്കേണ്ടി വന്നപ്പോ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിലൂടെ ചാർത്തിക്കൊണ്ട് സുജൂദിൽ നിന്ന് എണീക്കാൻ കഴിയാതെ വന്നപ്പോ, അവിടത്തേക്ക് മാത്രമാണോ അങ്ങ് ഫതഹാന്റെ മലഞ്ചെരുവില് ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ മലർത്തിക്കിടത്തി നെഞ്ചത്തിലൂടെ കനമേറിയ പാറക്കല്ലും ഏറ്റുവെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആകാശഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു പോയപ്പോ, ഇടനെഞ്ചുള്ള മുസ്ലിമീങ്ങളെ, ആ സ്വഹാബികളോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങളെ, ആ റസൂലിനോട് സ്നേഹമുള്ള മുസ്ലിമീങ്ങളെ, എന്തേ അവരുടെ പാതയിലൂടെ നീങ്ങിക്കൂടാ? അവര് പഠിപ്പിച്ച തൗഹീദിന് വേണ്ടി ഇത്രയും അവർ അധ്വാനിച്ചു പോകുമ്പോ അവരോട് പങ്കു ചേർക്കുകയോ, അവരോട് ചോദിക്കുകയോ, അവരെ കൊണ്ട് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, അവരോട് തേടുക. ഇതിവിടെ റസൂലിനെ കുറിച്ച്. ഇനി ബദർ മൗലിദാണെങ്കിലോ മുറാദിയ മുറാദിയ മുറാദി മുറാദിയ ഹേല ബദനിയ മുറാദി. ബദരീങ്ങളെ എന്റെ ഉദ്ദേശമേ, ബദരീങ്ങളെ എന്റെ ഉദ്ദേശമേ, യമം ബിഹി ഹല്ലറദ വമം ബിഹമ്മിൻ നകിദ കുല്ല അദിയം മുസ്തൻജിദായ അഖില ബദറ ശുഹദാ. ആദിയുണ്ടോ വ്യാധിയുണ്ടോ വിഷമമുണ്ടോ ദുഃഖമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്നിങ്ങനെ ബദരീങ്ങളോട് തേടുമ്പോ, ആരാ ബദരീങ്ങൾ എന്നറിയുമോ? ബദറിന്റെ ആദർശങ്ങൾ എന്താണെന്നറിയുമോ? അവരെന്ന് ബദറിലേക്ക് പോകുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു മതി എന്ന് പറഞ്ഞു പോകുമ്പോ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയുമോ, യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ കക്ഷത്തിന്റെ വെള്ളക്കീറുമാറിരിക്കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങിക്കരഞ്ഞ കണ്ണുമായി അല്ലാഹുവിന്റെ റസൂലെ തേടിയില്ലേ? അല്ലാഹുമ്മയും തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കാൻ, നിന്നോട് മാത്രം ദുആ ചെയ്യാൻ തമ്പുരാനെ ആരും ബാക്കിയാവുകയില്ലല്ലോ നാഥാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് തേടിയപ്പോ, ആ റസൂലിനോട് സ്നേഹമുള്ള, ഇസ്ലാമിനെ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? അവർക്ക് ബദറിലുള്ള പാഠം തൗഹീദാണ്. പക്ഷേ ദീനിനെ വിറ്റ് കാശാക്കാൻ ഉദ്ദേശിക്കുന്നവർ, അതിനെ വിറ്റുകൊണ്ട് പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവര്, നിങ്ങൾക്കറിയുമോ, മർക്കട സഖാഫത്ത് സുന്നിയുടെ മുദർരിസായ അബ്ദുൽ അസീസ് സഖാഫി ഉണ്ടല്ലോ, അവിടുന്ന് പന്നിയങ്കര മുഖാമുഖത്തിൽ വെച്ച് ബദർ യുദ്ധം എന്തിനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് ശാപ്പാടടിക്കാനാ, അത് നമുക്ക് ബദർമാല പാടാനാ, അത് നമുക്ക് ബദർ മൗലിദ് ചൊല്ലാനാണ്. അതല്ലാതെ അള്ളാഹുവിന് ബദർ യുദ്ധം വിജയിപ്പിക്കാൻ സഹാബികളുടെ ആവശ്യമില്ലല്ലോ. ബദർ യുദ്ധം നടന്നത് എന്തിനാണെന്ന് അബ്ദുൽ അസീസ് സഖാഫിയുടെ തന്നെ ദുർവ്യാഖ്യാനത്തിന്റെ വഴികേടിന്റെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ കേട്ടോ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിൻ എന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം, അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പടച്ചോനിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അള്ള കൊടുത്ത ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, അള്ള കൊടുത്ത ബുദ്ധി കൊണ്ട് ദീനിനെ ഒന്ന് പഠിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ
ഈ വക പൊട്ടത്തരം പുലമ്പുമോ ഈ നാവ് കൊണ്ട്? സഹോദരന്മാരെ, ആലോചിക്കും നിങ്ങള്, ചിന്തിക്കും നിങ്ങള്. ഈ നിലയ്ക്ക് ഇസ്ലാമിനെ തങ്ങളുടെ പള്ളക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ, ഭൗതിക ലോക വ്യാപാരത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ദീനിനെ കച്ചവടം ചെയ്യുമ്പോ മുജാഹിദുകൾ വേണ്ടേ ബദരീങ്ങളുടെ ആദർശങ്ങൾ പറയാൻ? നിങ്ങൾ ചോദിക്കൂ, ഈ സമൂഹത്തിനെ അങ്ങനെ പഠിപ്പിച്ചു പോയി. നാട്ടിലൊരു കാരണവളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അദ്ദേഹം പറയും, നോമ്പ് 17 ബദരീങ്ങളുടെ ആണ്ടാണ്, അന്ന് ബദർ മൗലിദൊക്കെ ചെല്ലണം, നല്ലൊരു ചീരണി ഉണ്ടാക്കണം. ബദർ മൗലിദൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ ഖുർആനിൽ ബദരീങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 121 തുടങ്ങിയ ആയത്തുകളിൽ ബദരീകളെ കുറിച്ച് പ്രതിനിധീകരിച്ചത് എന്തെങ്കിലും അറിയുമോ? അതിനെക്കുറിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. വെറും ബദരീങ്ങളുടെ ഒരു 313 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. ഈ 313 എന്ന നമ്പർ ഞാൻ വെറുതെ പറയില്ല. ഇവിടെ നടക്കുന്ന പ്രസംഗത്തിന് പകരം ഒരു പാതിരാവാദം നടക്കുകയാണ്. നിങ്ങൾ സങ്കല്പിച്ചോ, ഈ 1.5-2 രൂപ വിലയുള്ള കോഴിമുട്ടുണ്ടല്ലോ, പണ്ടൊക്കെ മുജാഹിദിന്റെ സ്റ്റേജിൽ കറിഞ്ഞിരുന്ന സംഭവം ഇന്ന് കല്ലോണ്ട് എറിയുന്നത്. കാരണം കോഴിമുട്ടക്ക് 3 രൂപ വില കൂടിയിട്ടുണ്ട്. ഈ കോഴിമുട്ടയും കൊണ്ടുവന്നിട്ട് മുസ്ലിയാർ വെച്ചേക്ക 3 രൂപ, 5, 10, 100, 150, 200, 250, 300. ഏതെങ്കിലും ഒരു സാധു സദസ്സിന്റെ ഒരു മൂലയിൽ നിന്നൊരു 313 അങ്ങ് വിളിച്ചു പോയാൽ ഉടനെ തന്നെ വേദിയിൽ ഇലാഹി സല്ലിമില്ലുമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മി വമിന്നുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് കേട്ടോ. ഇത് വിളിച്ചെടുത്ത സഹോദരൻ നീ ശിഫ നൽകണേ നാദാ എന്നിങ്ങനെ കച്ചവടം ചെയ്തു പോകുമ്പോ എന്റെ സഹോദര ഞാൻ ചോദിക്കട്ടെ, 313 ഏറ്റവും നല്ല നമ്പറെങ്കിൽ എന്തിനാ അതിന്റെ മുകളിലേക്ക് വിളിക്കാൻ തയ്യാറാകുന്നത്? കിട്ടാവുന്നിടത്തോളം വില വിളിക്കണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കണം, ഒരു സദസ്സിൽ കുറെ കോഴിമുട്ട ഒരു ബേസിൽ കൊണ്ടുവന്ന് ഓരോന്നായി വിറ്റാൽ എന്ത് ചെയ്യില്ല, പ്രാസംഗിന്റെ സമയം പോകും. അതുകൊണ്ട് പ്രാസംഗം പറയാ, എല്ലാവർക്കും എന്ത് ചെയ്യാ, സദസ്സിലുള്ള എല്ലാവർക്കും ഓരോന്ന് കൊടുത്തോ. നിങ്ങൾ ആലോചിക്കണം, സദസ്സിൽ കർഷകനുണ്ട്, കൂലിപ്പണിക്കാരനുണ്ട്, കൽപ്പണിക്കാരനുണ്ട്, എല്ലാവരും ഉണ്ട്. ദിവസേന ജോലി ചെയ്ത് അതുകൊണ്ട് കുടുംബം പോറ്റുന്നവരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ കോഴിമുട്ട കൊടുത്തതിന് ശേഷം മുസ്ലിയാർ സ്റ്റേജുമെന്ന് പ്രഖ്യാപിക്കുക. പരിശുദ്ധ റമദാനൊക്കെ അല്ലേ, ബദരീങ്ങളുടെ നമ്പർ തന്നെ ആയിക്കോട്ടെ, 313 രൂപ. അത് പിടിച്ചവന്റെ മനസ്സപ്പ പൊട്ടി. കാരണം അവൻ ജോലി ചെയ്ത ഈ പണം ഈ നിലക്ക് ചൂഷണം ചെയ്യപ്പെടുമ്പോ എന്റെ സഹോദരന്മാരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യില്ലേ? അള്ളാഹു ചോദിക്കില്ലേ? എന്താ മറുപടി പറയുക? എന്താ ഇതിന് ഉത്തരം നൽകുക? ഈ നിലക്ക് ചൂഷണം ചെയ്യുമ്പോ നാണം എന്നുള്ളതുണ്ടോ ഇവർക്ക്? ഈ പാവപ്പെട്ടവന്മാരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ എന്റെ സഹോദര വഞ്ചിതനായി പോകണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബദരീങ്ങൾ ഒരു കച്ചവടച്ചരക്കോ ഈ നിലക്ക് കച്ചവടം ചെയ്യാനല്ലാതെ എന്തേ ബദരീങ്ങളെ കുറിച്ച്, അവരുടെ തൗഹീദിനെ കുറിച്ച് അറിയുമോ? അതുപോലെ തന്നെ അപ്പുറത്തെ മൗലിദ് ഖുത്ബിയ്യത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോ ഇവിടെ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് തേടലാണ്. സ്വതവേ തന്നെ ഏറ്റവും കൂടുതൽ ബലിയാടാക്കപ്പെടുന്ന വ്യക്തിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് നമുക്ക് പഠിച്ചറിയാം. നിങ്ങൾ സാധിച്ചു ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന വ്യക്തി ആരാ? ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന വ്യക്തിയായ മുഹിയുദ്ദീൻ ഷെയ്ഖ് ആയിരിക്കും. അവിടെയാണ് ഷിയ സ്വാധീനങ്ങളുടെ, ജൂതന്മാരുടെ കളികളുടെ അവസ്ഥ നമ്മൾ കാണുക. ഉമർ മാലയോ ഉമർ ബൈത്തോ ഉമർ മൗലിദോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു ഖുത്ബിയ്യത്ത് ഇല്ല. അതൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിലാ കൂടുതലും. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് എഴുതി ഉണ്ടാക്കിയ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മൊഴിയൊന്നും കളയാതെ പിളയാതെ ഷന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റൊന്നും കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലുകയാണോ? അങ്ങ് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമെന്ന് ഈ അണ്ണൻ പറയുമ്പോ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയാൽ സ്വർഗം നൽകാന്ന് പടച്ചോൻ പറഞ്ഞേക്കണോ? ഖുർആനെ ആദ്യം മുതൽ അവസാനം വരെ ഓതിയാൽ സ്വർഗം നൽകാമെന്ന് പടച്ചോൻ പറഞ്ഞേക്കണോ? പിന്നെ എന്തേ ഇങ്ങനെ കച്ചവടം ചെയ്താൽ? എന്നിട്ടോ എല്ലാ സദസ്സിൽ നിന്ന് പുതിയ മന്ത്രവാദികളൊക്കെ ഇതന്നല്ലേ? ബഗ്ദാദിൻ പൊന്മലരാം മുഹിയുദ്ദീൻ ഷെയ്ഖ് ഈ കാണും മജ്‌ലിസിൽ വന്ന് ഹാളിറാകണേ, ഹാളിർ യാ ഷെയ്ഖ്.
മുഹിയുദ്ദീൻ ഷേഖ് സദസ്സിനെന്ന് വന്ന് ഹാജരായാലും മുഹിയുദ്ദീൻ ഷേഖ് തുടങ്ങി അടുത്ത റിഫായി ഷേഖും വന്ന് അങ്ങനെ ഓരോരുത്തരെയും സദസ്സിലേക്ക് കൊണ്ടുവന്ന് അവസാനം കേരളത്തിലുള്ള ആളുകളെയും കൊണ്ടുവരുമ്പോ എങ്ങനെ കൊണ്ടുവന്ന് എല്ലാരും വിളിക്കും. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഒരു മൂലയിലുള്ള ചെറിയൊരാളാണ് കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മൂട്ടി മുസ്യാർ. എനിക്ക് ഈ പുതിയ ദർഗ പറയാൻ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇവിടെ മോങ്ങം പ്രദേശത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ഞാനിങ്ങനെ അയിലക്കാട് മക്കാമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അവിടുത്തെ ഞാൻ എടപ്പാളിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരം എന്ന് ഞാൻ പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു പ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, മൗലവി പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷെ അത് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ല. കാരണം നാളെ തന്നെ ഇവിടുന്ന് ഒരു ജീപ്പ് ആ ദർഗയ്ക്ക് പോകും. നിങ്ങൾ ഇങ്ങനെ വഴി റൂട്ടൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്താലോ, അങ്ങനത്തെ കൗമ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജനങ്ങൾ ഇങ്ങനെ എവിടെ ഉണ്ട് തേടി പോവാ. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ച് റിഫായി ഷേഖിനെ വിളിച്ച് ഓരോരുത്തരെയും സദസ്സിൽ കൊണ്ടുവരിക. അവസാനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പുറത്തുനിന്ന് തൃശ്ശൂകാരനും എല്ലാരും കൊണ്ടുവന്ന് കാളത്തോടിൽ പൂത്ത മലരാം കമ്പുകുട്ടി മുസ്ലിയാർ ഈ കാണും മജ്‌ലിസിൽ വന്ന് ഹാളിറാകേണേ ഹാളിർ ഹാളിർ യാ ശൈഖ് എല്ലാരും കൊണ്ടുവന്ന് ഹാജരാക്കുന്ന ഒരു അവസ്ഥ. എന്ന എല്ലാ മാറ്റങ്ങളും വന്നില്ലേ? കുത്തറാത്തിപര മാറ്റല്ലേ? യാ മീകായിൽ യാ അസ്റായിൽ യാ ഇസ്റാഫീൽ യാ അസ്റായിൽ. മലക്കുകളെ പോലും ദുആ ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആചാര എന്റെ കയ്യിലുണ്ട് ഈ സംഭവം. ക്രിസ്ത്യാനികൾ മീകായിൽ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ അവിടക്ക് വരെ എത്തിയില്ലേ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹിയുദ്ദീൻ ഷേഖിനെ ബലിയാടാക്കുന്നു. ഒക്കെ മുഹിയുദ്ദീൻ ഷേഖിലെ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയുണ്ടാക്കുന്നതിൽ തേടുന്നത് എന്താ? ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. മുഹിയുദ്ദീൻ ഷേഖ് ഇവര് പറഞ്ഞ പോലൊന്നല്ല. അദ്ദേഹം ഒരു മുവഹിദ, അദ്ദേഹം തൗഹീദിന് വേണ്ടി അധ്വാനിച്ച വ്യക്തിയാ. അത് അദ്ദേഹത്തിന്റെ ഫതൂർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, ഉന്യത്തുൽ താലിബീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊന്ന് മറിച്ചു നോക്കിക്കോ. അവിടെ നിങ്ങൾക്കറിയാം ഇത് മാലക്കാരൻ എഴുതിയുണ്ടാക്കിയതാ. മുഹിയുദ്ദീൻ ഷേഖ് ചോദിക്കുന്നവരോടൊക്കെ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? വഫീ ഖൽബിക കമ്മിലാ, നിന്റെ മനസ്സിൽ ഒരുപാട് ആരാധ്യന്മാരെ പൂജിച്ചു വെച്ചുകൊണ്ട് കുല്ല ഷൈഇൻ തഅതമിദു അലൈഹി വതസിക്കു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ വഹുവ സനമുക, അത് നിന്റെ വിഗ്രഹം തന്നെയാ. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകുൽ ഖൽബ്, മനസ്സിൽ ബഹുദൈവ ആരാധന വെച്ചുകൊണ്ട് നാവുകൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് നിനക്ക് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഇത് പഠിപ്പിച്ചത് മുഹിയുദ്ദീൻ ഷേഖ് അല്ലേ? ഫതൂർ റബ്ബാനിയുടെ 155-ാമത്തെ പേജ് നോക്കിക്കോ. പുതിയ പ്രിന്റ് ആണോ? 123-ാമത്തെ പേജ് നോക്കിക്കോ. ആ മുഹിയുദ്ദീൻ ഷേഖിനോടാ ചോദിക്കുന്നത്. ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനെ വിളിച്ച് നിങ്ങൾ ചോദിക്കും, മോനെ ആരാടാ മഴ പെയ്യിപ്പിക്കുന്നത്? കുട്ടി പറയും അല്ലാഹുവാണ്. ഇതിൽ സുന്നിക്കോ മുജാഹിദിനോ ജമാഅത്തിനോ തർക്കില്ല. പക്ഷേ ഖുത്ബിയ്യത്ത് ചൊല്ലുന്നവന് അർത്ഥമറിയുന്നില്ല. അർത്ഥമറിയാത്തത് കൊണ്ട് അവനിങ്ങനെ ചൊല്ലിപ്പോവുകയാ. യാ കുത്തുബ അഹ്ലിസ് സമാ വൽ അർളി ഔസഹുമാ യാ ഫൈല ഐനൈ വജൂദൈനി വഔസഹുമാ, ആകാശഭൂമികളുടെ കുത്തുബും ഔസുമായ മഹാനെ, ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ, എന്റെ വക അർത്ഥമല്ലല്ലോ. പാറന്നൂര് PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഖുത്ബിയ്യത്തിന് അർത്ഥം എഴുതിയപ്പോ അതിന്റെ 11-ാമത്തെ പേജിൽ കൊടുത്ത അർത്ഥമാ. എന്റെ സഹോദര, നിനക്കറിയാത്തത് കൊണ്ടാ. വയുർസിലിസ് സമാഅ മിദ്റാറാ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. എത്ര ആയത്തുകളാ മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണെന്ന് റബ്ബ് ചോദിച്ചില്ലേ? ഞാനാണോ നിങ്ങൾക്ക് കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം തരുന്നത്? അതോ നിങ്ങളാണോ മഴ പെയ്യിപ്പിക്കുന്നത്? അല്ലാഹുടെ ചോദ്യമുണ്ടായിരിക്കെ അല്ലാഹുടെ റുബൂബിയത്തിൽ പോലും, അഥവാ മക്ക മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന റുബൂബിയത്തിൽ പോലും പങ്കു ചേർക്കാനും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണോ? അതുകൊണ്ട് ഒഴിവാക്കണേ. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇനി അടുത്തൊരു വിഷയം കൂടി നിങ്ങൾ ആലോചിച്ചോക്ക്. മാലമൗലിദുകൾ ഖുർആനിന് വൈരുദ്ധ്യമാണ്. ഖുർആൻ എന്ത് പറയുന്നുവോ അതിന് വിപരീതമാണ്.
ഒരു കാര്യം ഞാൻ പറയാം, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വമാണ്, അവന്റെ നാമവിശേഷണങ്ങളിലെ ഏകത്വമാണ് ആലിമുൽ ഗൈബ്, അഥവാ അദൃശ്യങ്ങൾ അറിയുന്നവൻ എന്ന്. അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് അറിയുമെന്ന് വാദിച്ചില്ലേ? വാദിച്ചോ? ഉണ്ടോ? നമുക്ക് മുഹിയുദ്ദീൻ മാല പരിശോധിക്കാം, അതിന്റെ വൈരുദ്ധ്യം റിഫായി മാലയും പരിശോധിക്കാം. മനുഷ്യനുണ്ടാക്കുമ്പോ വൈരുദ്ധ്യം ഉണ്ടാകും, മറന്നു പോകരുത്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞു, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള ഒരു വസ്തുവിനെ എപ്രകാരം കാണുന്നുവോ അപ്രകാരം നിങ്ങളുടെ മനസ്സിലുള്ളതിനെ ഞാൻ കാണുമെന്ന്. തീർന്നില്ല. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺമുന്നിൽ കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കണ്ണിൽ കണ്ട പോലെ കാട്ടിപ്പറയുന്ന മഹാനാണെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പറയുമ്പോ അത് മനുഷ്യനുണ്ടാക്കിയതാണല്ലോ. വൈരുദ്ധ്യങ്ങളെ കാണാൻ സാധ്യമാണല്ലോ. മറിച്ച് നോക്കിക്കോ, അടുത്ത മാല എടുത്തോ. റിഫായി മാലയുടെ 2ാമത്തെ പേജ് മധ്യഭാഗത്ത് കാണാം. അതേ നിങ്ങൾ ഓതുന്ന 155 വക മൗലിദ് കിതാബ് തന്നെ. അതിന്റെ 2ാമത്തെ പേജില്, റിഫായി മാലയിലെ 2ാമത്തെ പേജില്, ജനിച്ചു വളർന്നു വന്നപ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും കൂടെ ഒന്ന് ഒളിച്ചു കളിക്കാൻ പൂതി, ഒന്ന് ഒളിച്ചു കളിക്കാൻ പൂതി വന്നു. രണ്ടുപേരും തമ്മിൽ ഒളിച്ചു കളിക്കും. അപ്പോഴോ ഹോജാ മുഹിയുദ്ദീനും താമം കളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഒളിച്ചോവർ. കണ്ണിൽ കരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ രുവീനാതെന്നോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷെയ്ഖ് കയറിയിരുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നവർ. ഇതാരാ പറയുന്നത്? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. എന്റെ സഹോദരന്മാരെ, ഖുർആൻ പഠിച്ചോ, അത് അല്ലാഹുള്ള കഴിവ് തന്നെയാണ്. സൃഷ്ടികൾക്കാർക്കും അദൃശ്യമറിയില്ല. അല്ലേ? ഖുർആനിലെ 35-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ആയത്ത്, ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും. നിങ്ങൾ അവരോട് തേടുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനകളെ അവർ കേൾക്കില്ല. അവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഒരു കാര്യം കൂടി അല്ലാഹു പറഞ്ഞു, ഏറ്റവും ലളിതമായിട്ട് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? ഏറ്റവും ലളിതാക്കി തന്നില്ലേ? ആ ഖുർആൻ പറയാ, ഉദാഹരണം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, എന്താ? വമാ യസ്തവിൽ അമാ വൽ ബസീർ വലല്ലുലുമാതു വലന്നൂർ വലല്ലില്ലു വലൽഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. 35-ാം അധ്യായം തന്നെ 19 മുതൽ 22 കൂടി ആയത്ത്. വമാ യസ്തവിൽ അമാ വൽ ബസീർ. കണ്ണ് കാണുന്നവനും കാണാത്തവനും സമാവുകയില്ലല്ലോ. വലല്ലുലുമാതു വലന്നൂർ. ഇരുട്ടും വെളിച്ചവും എന്നുള്ളതും സമമല്ല. വലല്ലില്ലു വലൽഹറൂർ. വെയിലും തണലും എന്നുള്ളതും സമമല്ല. 4-മതായി റബ്ബ് പറയുന്നു, വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. 4 കാര്യം പറഞ്ഞു. 4 കാര്യം പറഞ്ഞു. അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് എന്താ? ഈ 4 വൈരുദ്ധ്യം പോലെ, ഈ 4 വൈരുദ്ധ്യമായി കിടക്കുന്ന പോലെ അത് പറഞ്ഞ് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. അല്ലാഹു ഉദ്ദേശിച്ചവരെ കേൾപ്പിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കുന്നു. വമാ അൻത, ഓ നബിയെ താങ്കളല്ല, ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നവരല്ല നബിയെ താങ്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറത്തുർ റൂമിന്റെ 52-ാമത്തെ ആയത്ത്, 2-ാം അധ്യായത്തിന്റെ 259-ാമത്തെ ആയത്ത്, 5-ാം അധ്യായത്തിന്റെ 116-ാമത്തെ ആയത്ത്. എത്ര ആയത്ത് വേണം സഹോദരന്മാരെ? ഖുർആൻ പറഞ്ഞതല്ലേ അല്ലാത്തവരോട് തേടണ്ട, അവര് കേൾക്കില്ല. പ്രവാചകന്റെ സഹാബാക്കള്
ഖുർആൻ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചതിച്ചു കൊന്നില്ലേ? ആസിം റളിയല്ലാഹു അൻഹുവിനെയും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും തടവറയിൽ പാർപ്പിച്ചപ്പോ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ ലിനബീക, അല്ലാഹുവേ ഞങ്ങളെ കുറിച്ച് നിന്റെ പ്രവാചകർ നീ അറിയിച്ചു കൊടുക്കണേ നാഥാ. അങ്ങനെ കൃത്യമായിട്ട്, ഓ നബിയേ അങ്ങിത് കാണുന്നില്ല റസൂലേ, ഞങ്ങളിങ്ങനെ ശത്രുപാളയത്തിന്റെ തടവറയിലാണ് റസൂലേ എന്നിങ്ങനെ പറഞ്ഞില്ല അല്ലേ, എന്നൊന്നും പറഞ്ഞില്ല. അപ്പോ അവിടെ എന്താ, കൃത്യമായി അള്ളാഹുവിനോട് തേടുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചോ, അതുപോലെ മാലമൗലിദുകളിൽ ഒരുപാട് ഷറഫുലന മൗലിദിൽ പറയുന്നു, ഈ ലോകം പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ പടച്ചു വെച്ചു എന്നുള്ളിടത്ത് നിന്ന് തുടങ്ങിയിട്ട് പറയുന്ന വിഷയങ്ങൾ എന്താ? മങ്കുസ മൗലിദ് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി തേടുന്നു. നൂഹ് നബി മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിആസ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ മുഹമ്മദ് നബി മുതുകത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, സഹോദര, ആദം നബീനെ പടക്കുമ്പോൾ മുഹമ്മദ് നബി ഇല്ലല്ലോ. അതുപോലെ തന്നെ നൂഹ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബി ഇല്ലല്ലോ, ഇബ്രാഹിം നബിയുടെ കാലത്ത് മുഹമ്മദ് നബി ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ ലോകം പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ പടച്ചു വെച്ചു. പടച്ചായി പടപ്പിനെ പടച്ചില്ലെങ്കിൽ പടച്ചായി പടപ്പൊന്നും പടക്കുകയില്ല എന്നൊരു കള്ള ഹദീസുമാണ് തെളിവെങ്കിൽ ഹദീസിന് ദാനശാസ്ത്രജ്ഞന്മാര് പറയുന്നു, അവ്വലു മൗദൂഇൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ ദുർബലതകളിലെ ഏറ്റവും ആദ്യത്തെ ദുർബലമായ ഹദീസാണ് ഈ ഹദീസ് എന്ന് രേഖപ്പെടുത്തുമ്പോ, ഓ എന്റെ മുസ്ലിയാരേ, ഓ എന്റെ സഖാഫി കൂട്ടങ്ങളെ, തെളിവുകളില്ലാത്തതിന്റെ പിന്നാലെ കടിച്ചു തൂകി പോകുമ്പോ അബദ്ധത്തിൽ ചാടുമേ. ഈ ഒരു കള്ളാദീസം വെച്ചോണ്ടാ ഇന്ന് ഇതിന് വൈരുദ്ധ്യല്ലേ ഉണ്ട്. ബഹജാ കിതാബ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞതാ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ മങ്കുസ മൗലിദ് പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമാണ് ഇസ്തിആസ ചെയ്തപ്പോ അതാണ് നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് എന്ന്. എന്നാ ബഹജാ കിതാബ് എന്താ പറഞ്ഞത്? കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാരം വതൂഫാനൻ അലാ കഫി ഖുദ്റതി, ഞാനാണെന്ന് നൂഹ് നബിയോടുകൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുണ്ടായത്. വെള്ളപ്പൊക്കവും ജലപ്രളയവും എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ തടഞ്ഞു വെച്ചത് എന്ന് പറയുമ്പോ രണ്ടിടത്തും വൈരുദ്ധ്യമാണല്ലോ. തർക്കങ്ങൾക്ക് പരിഹാരമുണ്ട്. എവിടെയാ? ഖുർആനൊന്ന് നോക്കിക്കോ. പരിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിന്റെ 26, 27, 28 ആയത്ത് നോക്കിക്കോ. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ എന്ന് തുടങ്ങി അല്ലാഹു അങ്ങോട്ട് വിശദീകരിക്കുക. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ വകാന ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലഹ്ബുഹാ മുഹമ്മദ, അതിന്റെ ജ്വാല അവിടെ അണഞ്ഞു പോയതെന്ന്. ഇപ്പുറത്തെ ബഹജാ കിതാബിൽ എന്താ പറഞ്ഞേ? കുന്തോമാ ഇബ്രാഹിമ മുൽകം ബിനാരിഹി ഫമാ ബാരദൻ നീറാനു ഇല്ലാ ബിദഅവതി, ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനാണ് ഉണ്ടായിരുന്നത്. ഫമാ ബാരദൻ നീറാൻ, ആ തീ അവിടെ തണുത്തു പോയിട്ടില്ല. ഇല്ലാ ബിദഅവതി, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴല്ലാതെ. എന്താ ചെയ്യാ? ഭിന്നാഭിപ്രായങ്ങളാ. ഖുർആൻ എന്താ പറഞ്ഞു? കുൽനാ യാ നാരു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അല്ലാഹുവിന്റെ കലാമല്ലേ. കുൽനാ, നാമാണ് പറഞ്ഞത്. യാ നാരേ, തീയേ, കൂനി, നീ ആയി തീരണേ, ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണേ എന്ന് ഞാനാണ് പറഞ്ഞതെന്നല്ല. അപ്പൊ നിങ്ങൾക്ക് തർക്കങ്ങൾക്ക് പരിഹാരം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായപ്പോ എന്റെ സഹോദര, ഒരു മാലപ്പുടക്കം തന്നെ ഇതിന്റെ പേരിൽ പൊട്ടാനുണ്ട്. ഒരു 5 ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉഴുത് മറിക്കാൻ മാത്രത്തിലുണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴേ വെച്ച് വെല്ലുവിളിച്ചു ഉണ്ടാ, തയ്യാറായിക്കോ. എവിടെ പുറത്തിറങ്ങിയാലും സംവാദത്തിനുണ്ടോ വെല്ലുവിളി. എന്തിനാ? ആളുകളൊന്ന് സൂചിപ്പിക്കാൻ. നേർക്ക് നേരെ വന്നിരിക്കുമ്പോ, മുഖാമുഖം വന്നിരിക്കുമ്പോ വിയർത്തൊലിച്ച് വെള്ളം കുടിക്കുന്ന ഒരു കൂട്ടം സഖാഫികളെയും ഹസനിമാരെയും വല്ലപ്പുഴയിൽ നമ്മൾ കണ്ടു.
പക്ഷെ ഒരു സ്വഭാവമുണ്ട്, ഇരുമുഖ നയം എന്ന് പറഞ്ഞൊരു ചര്യ. ഇവിടെ നിന്ന് പറയും, അപ്പുറത്ത് പോയാൽ മറ്റൊന്ന് പറയും. വല്ലപ്പോഴും ഞാൻ വളരെ വിനയത്തോടു കൂടെ പറയാ, ഓ എന്റെ സഖാഫികളെ, ആധുനിക ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ മൂടി വെക്കുമ്പോ ഇത് പിടിക്കപ്പെടില്ലേ ഒന്ന് ഓർത്തുകൂടെ. എന്നിട്ട് വല്ലപ്പോഴേലും വന്നിട്ട് 5 എണ്ണം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ ദുർബലത ഉണ്ട്. എന്നിട്ട് അവരെന്നെ കുറെ ദുർബലത എണ്ണി പറഞ്ഞിട്ട് പിന്നീട് പുറത്തിറങ്ങി പറയാ, ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ല, 5 എണ്ണം നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാം, പിന്നെ 5 എണ്ണം പിന്നെ ചർച്ച ചെയ്യാം, തെറ്റുണ്ട് ഞങ്ങൾ ആരും പറഞ്ഞില്ല എന്ന് പുറത്തിറങ്ങി പറയുന്ന ഈ ഒരു ഏർപ്പാട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇരുമുഖ നയം, ഇവിടെ ഒന്ന് മറ്റൊടുത്ത് മറ്റൊന്ന്. ഇത് അണികളെ സൂചിപ്പിക്കാനല്ലേ? ഈ ബുദ്ധി പണയപ്പെടുത്തിയിട്ടില്ലാത്ത അസിനിമാക്കും സഖാഫികൾക്കും മർക്കട സഖാഫത്ത് സുന്നയിലും തങ്ങളുടെ ബുദ്ധി കൊണ്ടുപോയി പണയം വെച്ചിട്ടില്ലാത്ത എന്റെ സഹോദരന്മാരോട് നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയാ, നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ വായാടി, AP വിഭാഗത്തിന്റെ സൂപ്പർ സ്റ്റാർ വായാടി, അദ്ദേഹമാണ് പറയുന്നത്. ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ ഈ പെരുന്നുണ പറയുന്നതും ഉടനെ തന്നെ അലവി സഖാഫി അതിന്റെ പച്ചയായ യാഥാർത്ഥ്യം പറയുന്ന ക്ലിപ്പ് അന്ന് ആലപ്പുഴയിൽ വെച്ച് കുമ്പസരിക്കുന്ന ഭാഗം അതിനോട് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ആദ്യം നൗഷാദ് ഹസനി പറയുന്നു, അതിന് ഗണ്ണിച്ചുകൊണ്ടുള്ള അലവി സഖാഫിയുടെ ക്ലിപ്പ് നമ്മൾ കൊടുത്തതും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഈ പച്ചക്കള്ളം, അത് പിടിക്കപ്പെടുന്ന യാഥാർത്ഥ്യം നിങ്ങൾ നേരിട്ട്. സബീലയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു, സബീലയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു, സബീലയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യാ, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാ, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. അത് വിശ്വസിക്കല്ലേ ജനങ്ങളെ എന്ന് പറയുന്ന ഗാംഭീര്യം ഒന്നിതിന് മുമ്പെടുത്തിരുന്നെങ്കിൽ, ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളതേ പറഞ്ഞുള്ളൂ, എത്ര നന്നായിരുന്നു. ഇത് ആരോടെ പറഞ്ഞു കൊടുത്തത്? ചെല്ലാൻ വേണ്ടി മുടന്ത ന്യായങ്ങൾ ഉണ്ടാക്കി കൊണ്ട് നടന്നു എന്നല്ലാതെ സഹോദരന്മാരെ, ഇതൊക്കെ സാമ്പത്തികമായ കച്ചവടത്തിന് വേണ്ടിയിട്ടാ, റസൂലിന്റെ പേരിൽ കച്ചവടം ചെയ്യുന്നത് കൊണ്ടാ. ഇത് മുജാഹിദുകൾ ജനങ്ങളോട് തുറന്നു പറയുമ്പോ അപ്പൊ പറയും ഇവർക്ക് റസൂലിനോട് സ്നേഹമില്ല, റസൂലിനെ സാധാരണക്കാരാക്കി. പിന്നെ കള്ളക്കണ്ണീരാ, പിന്നെ കള്ളക്കണ്ണീരാ. ഇതിങ്ങനെ ഈ നാടകം കേരളത്തിന്റെ എല്ലാ മൂലകളിലും കൊണ്ടു നടന്നിട്ട് ഒക്കെ കച്ചവടം ചെയ്തില്ലേ? മൗലിദ് കച്ചവടല്ലേ? ഞാൻ ചോദിക്കുക, ഏതെങ്കിലും ഒരു മുസ്ലിയാര് മാന്യമായിട്ട് ഇത് സുന്നത്താണ് എങ്കിൽ തങ്ങളുടെ വീട്ടിൽ മൗലിദ് ചെല്ലുന്നവരുണ്ടോ? എന്റെ വാദമായി നിങ്ങൾ കാണണ്ട. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, മുസ്ലിയാമാരും അവരുടെ വീട്ടിൽ മൗലിദ് ചെല്ലുന്നില്ല, മുസ്ലിയാമാര് നന്നായല്ലേ നാട്ടുകാർ നന്നാവുള്ളൂ, ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തൊന്ന് മൗലിദ് ചെല്ലിച്ചൂടെ? അദ്ദേഹം തന്നെ ചോദിച്ചതല്ലേ. പക്ഷെ എന്ത് പറ്റി? സ്വന്തം വീടുകളിൽ മൗലിദ് ചെല്ലുന്നില്ല. 2 കാര്യം ഞാൻ പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാ. മുസ്ലിയാമാര് മൗലിദ് ചെല്ലാറില്ല. റബീഉൽ അവ്വലിലോ റമദാനിലോ ലീവ് എടുത്തുകൊണ്ട് നിങ്ങളുടെ മുസ്ലിയാർ നാട്ടിൽ പോവാറുണ്ടോ? ബാക്കിയുള്ള മാസം ലീവ് കൂടിയതിന് കമ്മിറ്റിയുമായി ഫൈറ്റ് ആയിരിക്കും. ആ മാസം തീരെ ലീവ് എടുക്കില്ല. എന്തേ? 2ാമത്തെ പോയിന്റ് നിങ്ങൾ ആലോചിച്ചോ. ഏതെങ്കിലും മുസ്ലിയാരുടെ കയ്യിലോ കൈത്തണ്ടയിലോ നിങ്ങൾ ചരട് കണ്ടിട്ടുണ്ടോ? കാന്തപുരത്തിന്റെയോ പേരോടിന്റെയോ അലവി സഖാഫിയുടെയോ എന്തിനേറെ നിങ്ങളുടെ പള്ളികളിൽ വാളും പിടിച്ചുകൊണ്ട് മിമ്പറിന്റെ മേലെ കയറുന്ന ഏതെങ്കിലും ഒരു ഖതീബിന്റെ കയ്യിൽ നിങ്ങൾ ചരട് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ലോക്കൽ സുന്നീന്റെ കയ്യുമല്ല, മുസ്ലിയാമാര് കെട്ടിക്കൊടുക്കും.
മൗലിദും അതുപോലെ തന്നെ. ഞാൻ പറയുന്നു, മുസ്ലിയാക്കന്മാർ കള്ള് ഷാപ്പുകാരെ പോലെയാ. കള്ള് കുടിക്കുകയല്ല, ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന ഈ ഏർപ്പാട് നിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കത് പറയാനുള്ളത്. ഇത് മാറ്റമില്ലാത്ത വാദം തന്നെയാ. മാത്രമല്ല, സുന്നത്താന്ന് പറഞ്ഞിട്ടല്ലേ, മുസ്ലിയാര് സുന്നത്താന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് വിളിച്ചോ. മൗലിദല്ലൊക്കെ ചൊല്ലിക്കഴിയുമ്പോ മുസ്ലിയാരെ സുന്നത്തൊക്കെ ആയില്ലേ? വീട്ടിലെ സാധാരണ ഭക്ഷണം കൊടുത്തുകൊണ്ട് പിരിയല്ലേ എന്ന് ചോദിക്കുമ്പോ 500 തവണ നിങ്ങളോട് പോട്ടെ എന്ന് ചോദിക്കും, പോയിക്കൊള്ളാന് പറയാ. പിറ്റേ ദിവസം വീണ്ടും പറയണം, മുസ്ലിയാരെ ഇന്നലത്തെ പോലത്തെ ഒരു സുന്നത്ത് എനിക്കൊന്നും വേണം, എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഉടനെ തന്നെ മുസ്ലിം പറയും, നീ പോയിക്കോ, എനിക്ക് വേറെ പണിയുണ്ട്, നീ നിന്റെ വഴിക്ക് പോ. മുസ്ലിയാർ പറയും, ഫുലൂസാണ് പ്രശ്നം, കൈമടക്കാണ് പ്രശ്നം. കൈമടക്ക് കൊടുത്തത് ഇക്കണ്ട കാലം അത്രയും കൈമടക്ക് കൊടുത്തത് കൈമടക്കി കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ സമൂഹം എന്നേ രക്ഷപ്പെട്ടിരുന്നേനെ, അല്ലേ? ഈ സമൂഹം എന്നെ രക്ഷപ്പെട്ടിരുന്നേനെ. നിങ്ങൾ ആലോചിക്ക് സഹോദരന്മാരെ, ഇതൊക്കെ റസൂലിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാ ചെല്ലാതിരുന്നത്? ചോദിക്കട്ടെ, എന്തേ സ്വഹാബികൾ ചെല്ലാതിരുന്നത്? റസൂലിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അള്ളാഹുവിന്റെ റസൂല് വഫാത്തായിട്ട് പ്രവാചകന്റെ ജനാസ മറപാടിയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാനായി നിൽക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും കഴിഞ്ഞ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു പോകുമ്പോ അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്, അത് റസൂലിനോടുള്ള മുഹബ്ബത്താണ്. മരണം കഴിഞ്ഞ് കൊല്ലങ്ങളും കഴിഞ്ഞു പോയി ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ബിലാൽ ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങിയപ്പോഴും അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയുന്നില്ല. ബിലാലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോ അത് റസൂലിനോടുള്ള സ്നേഹമാണെങ്കിൽ എന്റെ സഹോദര, ആ ബിലാൽ റളിയല്ലാഹു അൻഹു എത്ര മൗലിദാ ചൊല്ലിയിട്ടുള്ളത്, എത്ര കാരക്കുകളാ മൗലിദിന്റെ പേരിൽ ചീരണിയായി കൊടുത്തത്. ആലോചിക്കണ്ടേ? റസൂലിന്റെ പേര് മൊത്തം കച്ചവടം. ഇപ്പൊ ഈ കൊല്ലം ഞാൻ ആലപ്പുഴ ജില്ലയിൽ ബിഎഡിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ കണ്ട് പള്ളിയുടെ അടുത്ത് പിന്നെ ഈ കൊല്ലം അത്തറിന്റെ കുപ്പിയില് പ്രവാചകന്റെ മുടിമുക്കിയ വെള്ളം ഒരു കുപ്പിക്ക് 100 രൂപ. ഈ അത്തറിന്റെ ചെറിയ കുപ്പിയിലെ മുടിമുക്കിയ വെള്ളം 100 രൂപ. നമ്മൾ ഇത് എന്നും നമ്മൾ പറയലുള്ളതാ. കഴിഞ്ഞതിന് മുമ്പ് റഹ്മത്തുള്ളാഹി ഖാസിം 25,000 കച്ചവടാക്കി. എന്തൊക്കെ വിലയില കച്ചവടം. നമ്മൾ പറഞ്ഞു, സഹോദരന്മാരെ വഞ്ചിതരാകണ്ട. അപ്പൊ പറഞ്ഞു, റസൂലിന്റെ മുടിക്ക് ബർക്കത്തില്ല എന്ന് പറഞ്ഞു. റസൂലിന്റെ മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് തന്നെയാണ് മുജാഹിദുകൾ പറയുന്നത്. പക്ഷെ അത് കിട്ടാനില്ലല്ലോ. പിന്നെ എന്തിനാ കച്ചവടം ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, കേരളത്തിലെ 2 വിഭാഗം ആളുകൾ മുടി കൊണ്ടിറങ്ങിയില്ലേ? EK വിഭാഗവും AP വിഭാഗവും അണ്ടിപ്പരിപ്പും ഏലക്കായും ഒക്കെ ഇറങ്ങി. അപ്പോഴോ AP വിഭാഗം പറഞ്ഞു EK വിഭാഗത്തിന്റെ കയ്യിലുള്ള മുടി വ്യാജമുടിയാണ്. EK-കാര് പറഞ്ഞു AP-കാരുടെ കയ്യിലുള്ള മുടി വ്യാജമുടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏതോ ഒരു മുടി വ്യാജമുടി ഉറപ്പായില്ലേ? ഒരു കൂട്ടർ മറ്റൊരു വ്യാജാണ്, അവരും വ്യാജമുടിയാന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുടി വ്യാജാണ്, അതിന് തർക്കമില്ല. ഇനി അടുത്ത മുടിയുടെ കാര്യം പരിശോധിച്ചാൽ മതി. അപ്പൊ റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം പറഞ്ഞു, കാരന്തൂര് മർക്കസിന്റെ ആളുകളുടെ കയ്യിലുള്ള മുടി അത് റസൂലിന്റെ മുടിയല്ല, കാന്തപുരത്തിന്റെ മുടിയാണ്. അത് മുക്കി വെള്ളം കുടിച്ചവർക്ക് മുഴുവനും അരിവാൾ രോഗമാണ്. അവരുടെ വയറുവേദന ഖിയാമത്ത് നാൾ വരെ മാറില്ല എന്ന് പ്രഖ്യാപിച്ച റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹം പിന്നീട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാ, വിയ്യൂരിൽ നിന്ന് റസൂലിന്റെ സനദുള്ള മുടിമുക്കിയ വെള്ളം 2 കുപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കുപ്പിക്ക് 25,000 തന്നവർക്ക് ഞാൻ തരാം. ഇതിനല്ലേ ശുദ്ധ മലയാളത്തിൽ കച്ചവടം എന്ന് പറയാ അല്ലേ? എന്തിനാ അവരിങ്ങനെ റസൂലിന്റെ മുടിയാ പറഞ്ഞ് നടക്കുന്നത്? അത് സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാനുള്ള പരിപാടിയാ. റസൂലിന്റെ മുടിയെ കുറിച്ച് പറയാ, കാന്തപുരത്തിന്റെ മുടി പൂവും അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാ സഹോദരന്മാരെ ദീനിങ്ങനെ കച്ചവടം ചെയ്യുന്നത്? മൗലിദിന്റെ പേരിലും നൂലാമാലകളുടെ പേരിലും ഒക്കെ കച്ചവടം ചെയ്യുമ്പോ വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ, നിസ്സാരമായ വിലക്ക് വേണ്ടി എന്റെ ആയത്തുകൾ നിങ്ങളെ കച്ചവടം ചെയ്യല്ലേ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുമ്പോ ആ ഖുർആനിനെ അംഗീകരിക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളുണ്ടോ? വേണ്ട, ദീനിനെ കച്ചവടം ചെയ്യണ്ട. എന്റെ സഹോദരന്മാർ, ഇങ്ങനെയല്ല അനാചാരങ്ങള്. റസൂലിന്റെ പേരിൽ സലാത്ത് ഇറങ്ങിയപ്പോ നമ്മൾ പറയുന്നു, അസ്ലിയായ സലാത്ത് ചൊല്ലിക്കോ, റസൂല് പഠിപ്പിച്ച സലാത്ത് ചൊല്ലിക്കോ.
പുത്തൻ സ്വലാത്തുകൾ നിങ്ങൾ ചെല്ലണ്ട എന്ന് പറയാനുള്ള കാരണം എന്ത്? പുതിയ സ്വലാത്ത് ശിർക്കുണ്ട്, പഴയ സ്വലാത്തിൽ ശിർക്കില്ല. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലയോ വിശ്വാസികളായ ആളുകളെ, റസൂലിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലണേ എന്ന് ആയത്തിറങ്ങിയപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ സഹാബാക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് എങ്ങനെയാണ് അങ്ങയുടെ പേരിൽ സലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ സാക്ഷാൽ സലാത്തുൽ ഇബ്രാഹിമിയ, നമ്മളൊക്കെ അത്തഹിയാത്തിൽ ചെല്ലുന്ന സലാത്തുണ്ടല്ലോ, അത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നിങ്ങൾ പതുക്കെ ചൊല്ലിക്കോ. അതിന് കച്ചവടം ചെയ്യാനല്ല, അതിനൊരു ആഭാസമാക്കാനല്ല, അതിന്റെ പേരിൽ പുതിയതിനെ കൊണ്ടുവരാനുമല്ല. ഇന്ന് സ്വലാത്ത് അങ്ങനെയല്ല, ഒന്ന് ആഭാസാക്കാനാ. പ്രസംഗിച്ച് പ്രാസംഗികനങ്ങ് തളർന്ന് കുഴയുമ്പോ ഉടനെ വേദിന് എന്തേ ഇവിടെ സലാത്തൊന്നും കേൾക്കണില്ലല്ലോ, ഒരു 10 സലാത്തങ്ങ് ചൊല്ലിക്കേ സല്ലല്ലാഹ്. ഒരു ഓണാക്കി അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഉഷാറായി ഇങ്ങോട്ട് വന്ന് എന്നിട്ട് വീണ്ടും പ്രസംഗിച്ച് വീണ്ടും കഴിയുമ്പോ എന്തേ സലാത്തൊന്നും ചെല്ലാത്ത? ചുണ്ടെന്ന് വീടി വീഴുന്നുള്ള പേടിയുണ്ടാ? ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കാണല്ലോ അല്ലേ? ചുണ്ടെന്ന് വീടി വീഴുന്നുള്ള പേടിയുണ്ടാ? ചെല്ലിക്കേ 10 സലാത്ത് സല്ലല്ലാഹു അലാ. ഓണാക്കുക, പിന്നെ ഇരിക്കുക, പിന്നെ വീണ്ടും കുടിച്ച് വരിക. ഇങ്ങനെ ഒരു ആഭാസാക്കാൻ ഇല്ല. അത് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോട് റസൂലിന് വേണ്ടി തേടലാണ്. അതുപോലെ തന്നെ അതിന്റെ പേരില് മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറിൽ കൊണ്ടുപോയി ഇരിക്കുന്ന സ്ഥലം ആരാന്റെ സ്ഥലം 3 തവണ വഖഫ് ചെയ്യിച്ച് അതിന്റെ പണവും പിടുങ്ങിക്കൊണ്ട് നടക്കുന്ന ഏർപ്പാടുകൾക്കില്ല. മുജാഹിദുകൾ അതിന് തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാ തൃശൂർ ജില്ലക്കാരൻ കോഴിക്കുഴി തങ്ങളുടെ സ്വലാത്തിന്റെ പഴക്കം 2 കൊല്ലമാണെങ്കിൽ അതിന് ഞങ്ങളില്ല. ഇനി പുതിയ സ്വലാത്തും പഴയ സ്വലാത്തും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചോ. പഴയ സ്വലാത്ത് റസൂല് പഠിപ്പിച്ച സ്വലാത്ത് അള്ളാഹുവിനോട് റസൂലിന് വേണ്ടിയുള്ള തേട്ടമാണ്. പുതിയ സലാത്ത് നമുക്ക് വേണ്ടി റസൂലിനോട് പ്രാർത്ഥിക്കല. 2 തമ്മിലുള്ള അന്തരം എന്താ? പഴയ സലാത്ത് റസൂൽ പഠിപ്പിച്ച സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്യണേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്ത പോലെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്ത പോലെ. എന്നാൽ പുതിയ സലാത്ത് എന്താ? ഖുദ് ബിയദീ കല്ലത്ത് ഹീലതീ വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദീ, എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കല്ലത്ത് ഹീലതീ, എന്റെ സൂത്രമൊക്കെ ഇടുങ്ങി പോയിരിക്കുന്നു, വഅദ്രിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് പിടിച്ചാലുമെന്ന് നാരിയ സലാത്ത്, കമാലിയ സലാത്ത്, താജ് സലാത്ത് തുടങ്ങിയ ഏതൊക്കെ ഓമന പേരിട്ടുകൊണ്ട് കടന്നു വരുന്ന സലാത്തുണ്ടോ? നാരിയ സലാത്തിലൂടെ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹൽ ബിഹൽ ഉഖദ വതൻഫരിജ് ബിഹൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹവായിജ വതലാൽ ബിഹിർ റആയിബ വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ അമാമ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് നാരിയ സ്വലാത്ത്. ഒരാൾ ഗൾഫിൽ പോയി, ജോലിയില്ല, നേരെ വീട്ടുകാര് മുസ്ലിയാരുടെ അടുത്ത് പോയി, മുസ്ലിയാരെ എക്കാ ഗൾഫിൽ പോയിട്ട് ജോലിയൊന്നുമില്ല, എന്തേപ്പ ചെയ്യാ? 2 ലക്ഷം നാരിയ സ്വലാത്ത് അങ്ങോട്ട് ചെല്ലിക്കോ. 2 ലക്ഷം നാരിയ സ്വലാത്ത് അതിപ്പോ അങ്ങനെ ചെല്ലുക, ഞങ്ങൾക്ക് അതിന് കൊഴിവുണ്ടാവോ? അത് ഞാൻ ചെല്ലിക്കോളാ അല്ലേ? അവിടെ ഗാന്ധിത്തല കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലായിടത്തും എല്ലാം ഗൾഫിൽ പോവാണ്. അൽ-ഫാത്തിഹ. ഞാൻ ചോദിക്കുക, ഗൾഫിക്ക് പോകുമ്പോൾ അൽഫാത്തിഹ ചൊല്ലി പോകണ്ടല്ലോ, അവിടെ പോയി ജോലിയും ചെയ്ത് സമ്പാദ്യമായിട്ട് റൂമിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കയറുമ്പോൾ അൽഫാത്തിഹയും വിളിച്ച് ദുആ ചെയ്ത് കയറി വരുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഈ പുതിയ നാരിയ സ്വലാത്തൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ. അല്ലദീ തൻഹല്ലു ബിഹൽ ഉഖദ, കെട്ടുകളിൽ നിന്ന് ഊരിത്തരുന്ന റസൂലാണ്. വതൻഫരിജു ബിഹൽ ഖുർബ, പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുന്ന റസൂലാണ്.
ആ പ്രവാചകനെ കൊണ്ടാണ് ആഗ്രഹങ്ങളെ സഫലീകരിക്കപ്പെടുന്നത് എന്നൊക്കെ അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ ഇസ്ലാം പഠിപ്പിച്ചില്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ, നീ ചോദിക്കുകയാണോ അള്ളാഹോട് ചോദിച്ചോ, ആരോടെങ്കിലും സഹായം തേടുകയാണോ അള്ളാഹോട് സഹായം തേടിക്കോ. ഇത് തന്നെയാണ് സഹോദരന്മാര്, എന്റെ രക്ഷിതാക്കളെ സഹോദരന്മാര്, അള്ളാഹനെ എവിടെ വെച്ചും വിളിച്ചോ, അള്ളാഹുവിനോട് സഹായം തേടിക്കോ. നമ്മുടെ കൈകളെ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചോ. സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ആഫ്രിക്കൻ കാടുകളിലെ ഇരുണ്ട പാറകൾക്ക് താഴെ അരിഞ്ഞു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകളെ പോലും അറിയുന്ന റബ്ബ് യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ മനസ്സ് മറച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്ന റബ്ബാണെങ്കിൽ അവൻ അറിയാതെ ഒരു ഇല പോലുമേ ഭൂമിയിലേക്ക് പൊഴിയുന്നില്ലെങ്കിൽ ആ നാഥനോട് തേടിക്കോ. അതിന് വൈരുദ്ധ്യമായി കടന്നു വന്ന ഏതേത് ആചാരങ്ങളുണ്ടോ അത് പരിപൂർണമായും പടിക്ക് പുറത്താ. ശിർക്ക് വന്നു പോകാൻ വരുന്ന നിങ്ങൾക്കറിയുമോ, ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന, ഖബറിന്റെ മുന്നിൽ പോയി ആരാധിക്കുന്ന മർക്കടയുടെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാക്കൾ പോലും ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമ്പോ എന്റെ സഹോദര എവിടേക്കെത്തി കാലമെന്നുള്ളത്. റോട്ടിലൂടെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള അമ്പിന്റെ മേലെ പച്ചപ്പെട്ടിട്ടാലും ഇലാ ഹദർത്ത് ഷെയ്ഖ് നടുറോട്ടിൽ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൗമായി മാറി നിന്റെ സമൂഹം എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയുണ്ട്. ആരെ ഖബറുയർത്താനുള്ള അധികാരം നൽകിയത്? ആരാ ഖബറുയർത്താൻ അധികാരം നൽകിയത്? ഇസ്ലാമാണോ? അല്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകളെ ഉയർത്തുന്നതിനെയും അതിന്റെ മേലെ കുമ്മായമിടുന്നതിനെയും അതിന്റെ മേലെ ഇരിക്കുന്നതിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. അത് ജൂത ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളാ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ നേരത്ത് പ്രവാചകൻ പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദികളെയും നസ്രാണികളെയും അള്ളാഹു ശപിച്ചു. കാരണമെന്ത്? അവരുടെ അമ്പിയാക്കളുടെ നബിമാരുടെ ഖബറുകളെ അവര് സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി. ശേഷം അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ വലാ തജ്അൽ ഖബരി വസനൻ യുഅബദ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ഒരു ആഘോഷമാക്കി മാറ്റല്ലേ നാഥാ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ നീ മാറ്റല്ലേ നാഥാ. റസൂലിന്റെ ഖബർ ഉയർത്തിയിട്ടില്ല, അവിടെ ജാറം മൂടുന്ന ഏർപ്പാടില്ല, അവിടെ ഖത്തമോദി പണം വാങ്ങുന്നില്ല, അവിടെ വെളിച്ചെണ്ണ കുടിപ്പിക്കുന്നില്ല. കാരണമെന്ത്? അവിടെ മുസ്ലിയാക്കന്മാരില്ല, അവിടെ മുസ്ലിയാക്കന്മാരില്ല, അവിടെ സഖാഫികളില്ല. അതുകൊണ്ട് റസൂലിന്റെ ഖബറിന് കച്ചവടമില്ല. കേരളത്തിലാണെങ്കിൽ ഓരോ മൂലയിലും പെട്ടി, ഓങ്ങല്ലൂര് പെട്ടി, അപ്പുറത്ത് മറ്റേ പെട്ടി, അതിന്റെ അപ്പുറത്ത് അടുത്ത പെട്ടി, യാത്ര ചെയ്യുന്നിടത്ത് റോഡിന്റെ സൈഡിലൊക്കെ പെട്ടി. ഇതും കണ്ട് ഹജ്ജിന് പോണ ഹജ്ജാജി 500 നോട്ട് മടക്കി പിടിച്ചിരിക്കുക. സാധു എന്തിനാ? റസൂലിന്റെ പെട്ടിയിലിടാനാ. അമ്പിട്ടാ പോരല്ലോ, റസൂലിന്റെ പെട്ടിയല്ലേ, 500 ആയിക്കോട്ടെ. അവിടെ മൊത്തം മരിച്ചു പിറക്കിയാലും റസൂലിന്റെ പെട്ടി കാണില്ല. അവസാനം പിന്നി നിൽക്കണ മുസ്ലിയാര് പറയും, നീ ഇങ്ങോട്ട് തന്നോ, നീ തെരഞ്ഞാ കാണില്ല, ഞാൻ ഇട്ടോളാ. അവിടം വരെ എത്തും സമൂഹത്തിന്റെ അവസ്ഥ ഇല്ലേ? ഒക്കെ കച്ചവടമായി മാറിയില്ലേ? ഇതിനു വേണ്ടി നിങ്ങൾ നോക്ക്, അയിലക്കാട് മക്കാമിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഉയർത്തപ്പെട്ട ഖബറും അതിനോട് ചേർന്ന് നിലവിളക്കും അതിനോട് ചേർന്ന് പച്ചക്കടലിൽ ഒരു പെട്ടിയും അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഖത്തം 1 400 രൂപ, ഹാഫ് ഖത്തം 200 രൂപ, യാസീൻ 1 50 രൂപ. നമ്മൾ സാധാരണ ഹോട്ടലിൽ കയറിയാല മെനു കാണലുള്ളൂ, ചില്ലി ഇത്ര രൂപ, ഹാഫ് ചില്ലി ഇത്ര രൂപ എന്ന് പറഞ്ഞ് എന്ന പോലെ കച്ചവടം ചെയ്യലാണോ സഹോദരന്മാരെ? പുത്തമ്പള്ളി ദർഗയിലാണെങ്കിൽ വണ്ടി ചാരം മൂട ഒരു വീലിന് 50 രൂപ. വണ്ടി ചാരം മൂടി ഒരു വീലിന് 50 രൂപ, 4 വീലർ 200 രൂപ, 4 വീലിനും കൂടെ ചാരം മൂടി ആൾക്കൊരു 100-300 രൂപ. എന്നിട്ട് സ്റ്റിയറിംഗിന്റെ മേലൊരു കെട്ട്. എന്തിനാ? ആക്സിഡന്റ് മറ്റേ നോക്കാൻ വേണ്ടി. ഞാൻ എന്റെ ബൈക്ക് മുമ്പ് സർവീസിന് കൊടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ വണ്ടി ഫ്രണ്ട് മൊത്തം ഇടിച്ചിട്ട് അവിടെ കൊടുന്നിട്ടിരിക്കുന്നു. ഇൻഷുറൻസ് കൊടുത്തു വന്നതാ.
അപ്പൊ ഔമലുണ്ട് ഒരു കെട്ട്. ഞാൻ ചോദിച്ചത് എന്തിനീ കെട്ടിയിട്ടൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ. നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിന് നിങ്ങൾ ആലോചിച്ചില്ലേ, കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ ഒരു മാരുതി ഇടിച്ച് കിടക്കുന്നുണ്ട്. ആ ജാറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ചുവന്ന കളറിലുള്ള ജാറം നമ്മുടെ കുറ്റിപ്പുറം മണാഞ്ചേരിയുടെ ഭാഗത്ത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനത് നേരിട്ട് കൊണ്ട് കണ്ടതാണ്. ആ സമയത്ത് തന്നെ ഒരു വ്യക്തി വിളിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ആ പുള്ളി പറഞ്ഞിരുന്നു അവിടെ ആക്സിഡന്റ് നടക്കില്ല. ആ പുള്ളി ആ സമയത്ത് തന്നെ വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ, ഇതിനൊക്കെ പരിധിയുണ്ട്. നമ്മൾ ഖദറുകളിൽ വിശ്വസിക്കുന്ന ആളുകളാ, അള്ളാഹു അല്ലാത്തവരോട് അർപ്പിക്കാനല്ല. ഇതൊക്കെ കച്ചവടം. ആ കബറിൽ കിടക്കുന്ന ആളോട് പോയി തേടിയിട്ട് ഇതിനെ അത്രമാത്രം അലങ്കരിച്ചു വന്നിട്ട് മക്കബറിലേക്കുള്ള വഴികളെ തിരിച്ചു വിട്ടിട്ട് അഡ്വർടൈസ്മെന്റ് ഈസ് ദ കീ ഓഫ് ദി ബിസിനസ് എന്ന ബിസിനസിന്റെ താക്കോലാണ് പരസ്യം എന്നുള്ള എല്ലാ മക്കബറകളുടെയും പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ കച്ചവടത്തിന് വേണ്ടി തന്നെയാണ്. ജാറം മൂടിയാലും പൈസ, ഇതൊക്കെ പണത്തിന് വേണ്ടി ചെയ്യുമ്പോ എന്തിനെ കച്ചവടം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ആയത്തിനെയാണോ? നിങ്ങൾക്കറിയുമോ മറ്റുള്ള മതസ്ഥന്റെ ആചാരങ്ങളെ പോലും കൊണ്ടുവന്നുകൊണ്ട് ജാറങ്ങളിൽ കാണുന്ന നിലവിളക്കുൾപ്പെടെ ഹൈന്ദവ ആചാരമല്ലേ, ക്രൈസ്തവ ആചാരമല്ലേ ഖബർ ഉയർത്തല്? നാലാം അധ്യായത്തിന്റെ 116-ാമത്തെ ആയത്താണ്. ആര് അല്ലാഹുവിന്റെ റസൂലിനോട് എതിരെ പ്രവർത്തിക്കുന്നവോ അവൻ ഇന്നതാണ് നേർമാർഗമെന്ന് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം വിശ്വാസികളുടേതല്ലാത്ത പാതയെ പിന്തുടരുകയും ചെയ്യുമ്പോ അവൻ എവിടേക്കാണോ തിരിയുന്നത് അവിടേക്കുള്ള അവനെ തിരിച്ചുവിടും. ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ അവൻ നാം തിരികെ കയറ്റും. എത്രയോ മോശപ്പെട്ട ഒരു മടക്കമാണെന്ന് ഈ ഹൈന്ദവ സംസ്കാരങ്ങൾ നിലവിളക്ക് ആരുടെ സംസ്കാരമാ? ഞാനൊന്ന് ചോദിക്കട്ടെ. കഴിഞ്ഞതിന് മുമ്പ് ഈ നമ്മുടെ നാട്ടില് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ, രാഷ്ട്രീയമായ പരാമർശമല്ല, കഴിഞ്ഞതിന് മുമ്പ് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ഗവൺമെന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ ഒരു നിലവിളക്ക് കൊളുത്താൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിലവിളക്ക് കൊളുത്തില്ല. പല മുസ്ലിം നാമധാരികളും സാംസ്കാരിക നായകന്മാരും എഴുന്നേറ്റു, നിലവിളക്ക് കൊളുത്തിയാൽ എന്തേ, വെളിച്ചല്ലേ ഉണ്ടാകുന്നുള്ളൂ, അത് കൊളുത്തിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, നിലവിളക്കുന്നത് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്, ഞാനത് കൊളുത്തില്ല എന്ന്. അന്ന് സഹോദരന്മാരെ, കേരളക്കരയിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഭേദമന്യേ മുഴുവൻ മതസംഘടനകളും വന്ന് കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, നിലവിളക്ക് എന്നുള്ളത് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്, അത് കൊളുത്താത്തതിന് അദ്ദേഹത്തെ പ്രശംസിച്ചുവെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, മുഴുവൻ മതസംഘടനകളും ഒന്നിച്ച് ഹറാമെന്ന് പറഞ്ഞ ഈ നിലവിളക്കിനെ ആരാണ് ജാറത്തിൽ കൊണ്ടുവന്ന് വെച്ചത്? ഈ നിലക്ക് മുസ്ലിം സമൂഹത്തെ വ്യക്തമായ ഖബറിന്റെ രൂപത്തിലൂടെ ബഹുദൈവാരാധനയിലേക്ക് നയിച്ചു കൊണ്ടുപോകുമ്പോ അതരുത്, അത് പാടില്ല എന്ന് പറയാൻ നട്ടലുള്ള ആൺകുട്ടികളുണ്ടോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് പറയാൻ ഇവിടെ മറ്റാരുമില്ല എന്നുള്ള ചങ്കുറപ്പോടുകൂടെ, ചങ്കൂറ്റത്തോടുകൂടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനുള്ള ആണത്തമുള്ള, ആൺകൂറ്റമുള്ള, നട്ടലുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. മുസ്ലിം സമൂഹത്തിന് ഈ നിലക്ക് അബദ്ധതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന വാദഗതിയോട് കൂടെ തന്നെയാണ് റസൂല് പഠിപ്പിച്ചതിന് വൈരുദ്ധ്യമാണ് എന്നുള്ള ആ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാ ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. എന്റെ സഹോദര, നാളെയുടെ ജീവിതം നീ നഷ്ടപ്പെടുത്തണ്ട എന്ന വേദനയോടുകൂടി. ആരാ ഇതിനെ പഠിപ്പിച്ചത്? ഇല്ലാത്ത കറാമത്തുകൾ മുഴുവനും കൊണ്ടുവന്ന് ഭയങ്കര കോയപ്പാക്കും കറാമത്ത്, അതും മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച ഒരു സദസ്സിന്റെ മുന്നിൽ പറയാൻ മാത്രം മാന്യതയില്ലാത്ത പലതും കറാമത്തായി എഴുതി പിടിപ്പിച്ചപ്പോ പന്താവൂരിന്റെ പുസ്തകങ്ങളൊന്നും വായിക്കാനേ കഴിയില്ല, അത്രയും അശ്ലീലതകളാ. മഴയില്ലാണ്ട് വിഷമിച്ചു. കോയപ്പാപ്പാരുടെ അടുത്തൊക്കെ ചെന്നു. മലയാള സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഉടുതുണി പൊക്കി മൂത്രിച്ചു, അതാ വരുന്നു തകർപ്പൻ മഴ. മഴയില്ലാണ്ട് വന്നപ്പോ കോയപ്പാപ്പാടെ അടുത്ത് ചെന്നു. കോയപ്പാപ്പ കാണിച്ച കറാമത്താണ്, ഉടുതുണി പൊക്കി മൂത്രിച്ചു, അതാ വരുന്നു തകർപ്പൻ മഴ. ഞാൻ ആലോചിക്കുക, അദ്ദേഹം രണ്ട് സാധിക്കാതിരുന്ന നന്നായി, ഇല്ലെങ്കിൽ ആലിപ്പഴം പെയ്തിരുന്നേരെ. ഈ നിലക്ക് കറാമത്തിന് കച്ചവടം ചെയ്യുന്ന അവസ്ഥകളൊന്നും ഉണ്ടാക്കണ്ട. ഊരും പേരറിയാത്തത് മുഴുവനും പുതുവന്നാനിയിലെ മുനമ്പൻ ദർഗാ ശരീഫ് ഉൾപ്പെടെ, ഓച്ചിറയിലെ വേങ്ങരയിലെ, ഓച്ചിറയിലുള്ള ഓച്ചിറ ഉപ്പ് ഉൾപ്പെടെ ദാമോദരനയ്യപ്പൻ എന്ന കുപ്പുസ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജനാസ പോലും കൊണ്ടുവന്നില്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത
ദാമോദരൻ അയ്യപ്പന്റെ കറാമത്ത് പുലമ്പിയില്ലേ ശ്രീമാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ? ആര് പഠിപ്പിച്ച ഇസ്ലാമ, ആര് പഠിപ്പിച്ച ദീന, അത് തുറന്നു പറയുക തന്നെ ചെയ്യുമെന്നുള്ളത് കൊണ്ട് അതിന്റെ മുന്നിൽ വെച്ച് മുജാഹിദിന്റെ പ്രാസംഗികന്റെ തലയടിച്ച് പൊട്ടിച്ചപ്പോഴും ഞങ്ങൾക്കതിൽ പരിഭവമില്ല. ഈ രാജ്യത്തെ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ് 25, 26, 27 ഗണ്ണിക. ഇഷ്ടമുള്ള മതം പഠിക്കാനും അതിനെ പ്രബോധനം ചെയ്യുവാനും അംഗീകാരം നൽകുമ്പോ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. എവിടെയും പ്രബോധനം ചെയ്യാൻ ഈ രാഷ്ട്രം അംഗീകാരം നൽകുമ്പോ അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങളത് പ്രഖ്യാപിക്കുക. അവസാനത്തെ പ്രവർത്തകന്റെ അവസാനത്തെ തുള്ളി രക്തം നിലത്ത് വീഴുമ്പോഴും ഞങ്ങൾ ഉറക്കെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മാറ്റമില്ലാത്ത ആദർശമാ, അത് മാറ്റമില്ലാത്ത ആദർശമാ. എന്റെ സഹോദരന്മാരെ, എന്താ ഇങ്ങനെ പ്രാസംഗികരെ തല്ലി തലക്ക് പൊട്ടിക്കുക, കൂക്ക് വിളിക്കുക, വേദി കയ്യേറ, വേദി കത്തിക്കുക, കസേര നശിപ്പിക്കുക, ക്യാമറ നശിപ്പിക്കുക, LCD പ്രൊജക്ടർ പൊട്ടിക്കുക? ആരൊക്കെ പഠിപ്പിച്ച സംസ്കാരം? മദ്രസ കുട്ടികളെ അഥവാ പഠിപ്പിക്കുന്നവരാണോ ഇവരെന്ന് നമ്മൾ സംശയിച്ചു പോവുകയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും എന്റെ സഹോദര, മതത്തിന്റെ പേരിൽ കച്ചവടങ്ങളരുത്, മക്ബറ വ്യവസായങ്ങളരുത്. മുനമ്പത്ത് ബീവിയുടെ കറാമത്തൊക്കെ നിങ്ങൾ കേൾക്കണം. ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനിയരൊക്കെ പെറ്റ നാട് നല്ല, വെളിയങ്കോട്ടും ഒരു കാളി കുഞ്ഞമരക്കാർ ഷഹീദോരെ, ബഹുമാനിയരൊക്കെ പെറ്റ നാട്. ഇങ്ങൂരെന്തറിയാതെ ഊരറിയില്ല, പേരറിയില്ല. പിന്നെ എന്തേ പ്രത്യേകത? മഹാമാരി ജനിച്ച നാട്ടിലാണ് അവരുടെ ഖബർ കണ്ടിട്ടുള്ള, അവരുടെ ജനാസ കണ്ടത് അല്ലേ? കാമുകന്മാരുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം ആണിന്റെ മറമാടി പെണ്ണിന്റെ വാസനിച്ചിട്ട് അടുക്കാൻ കഴിയാതെ വന്നപ്പോ ഭിക്ഷയെടുത്തിരുന്ന ദമ്പതികളാ കുഴിച്ചു മൂടിയത്. അതാണ് ഇന്ന് മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ എന്നും പറഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇത് കറാമത്താണെങ്കിൽ, മഹാമാരി ജനിച്ച നാട്ടിലെ ഡെഡ് ബോഡി കണ്ടാൽ കറാമത്താണെങ്കിൽ, ഒന്നാമത്തെ വലിയ അബൂജാഹിലല്ലേ? ഊരും പേരറിയാമേ, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനിയരൊക്കെ പെറ്റ നാട് നല്ല, മുത്തറസുൽ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ അലിയോരെ, ബഹുമാനിയരൊക്കെ പെറ്റ നാട്. അല്ലമീ കളിച്ച മണ്ണിലാണ് അബൂജഹൽ ജനിക്കുന്നതെങ്കിൽ അബൂജഹൽ വലിയാണോ? അബൂജഹൽ വലിയാണോ? ഇനിയുണ്ട് കറാമത്ത്. 7ഓളം ദിവസങ്ങൾ കടൽക്കരയിൽ കിടന്നു തരം മത്സ്യം തിന്നിട്ടില്ല. ഞാൻ ആലോചിച്ചു പോവാ, ഫിറൗനിന്റെ ഡെഡ് ബോഡി കേരളത്തിൽ കിട്ടാൻ നന്നായി, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ദർഗാ ശരീഫ് അവിടെ ഉണ്ടാക്കുമായിരുന്നു. ഖുർആനിൽ 10-ാം അധ്യായത്തിന്റെ 92-ാമത്തെ ആയത്ത് എന്ന് ഖുർആൻ പറഞ്ഞ, ഇന്നും ഈജിപ്തിലെ റോയൽ മമ്മി ഹാളിൽ 202 സെന്റിമീറ്റർ നീളം വരുന്ന ഗ്ലാസ് പെട്ടിയിൽ കുടൽ പോലും ചോർത്തി കളഞ്ഞിട്ടില്ലാത്ത റാംസസ് രണ്ടാമൻ 3185ഓളം കൊല്ലങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം നശിപ്പിച്ചില്ലെങ്കിൽ ആ ഫിർഔൻ വലിയാണോ? ആ റാംസസ് രണ്ടാമൻ വലിയാണോ? എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ വ്യവസായങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. കേവലം ഒരു സംസാരത്തിന് വേണ്ടിയിട്ടല്ല, കേവലം ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ടല്ല. ഇത് മരണത്തിന്റെ, ഖബറിന്റെ, ബർസഖിന്റെ, മീസാനിന്റെ, ജന്നത്തിന്റെ, സിറാത്തിന്റെ, നാറിന്റെ, ജഹന്നമിന്റെ വിഷയമായതുകൊണ്ടാ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. ഒന്ന് ഗവേഷണത്തിന്റെ, മനനത്തിന്റെ, പര്യവേഷണത്തിന്റെ, വിചിന്തനത്തിന്റെ, ആലോചനയുടെ, പര്യാലോചനയുടെ വിഷയമായി നിങ്ങൾ അതിനെ സ്വീകരിക്കണം. നിങ്ങൾക്ക് നന്നാവണ്ടേ, നാളെ രക്ഷപ്പെടണ്ടേ? മരിക്കാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ? ആരുണ്ടാവില്ലല്ലോ. വലൗകാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കിയാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് സാക്ഷതനാകി ഉണ്ടാകുമായിരുന്നല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പോയി. നാം എല്ലാവരും മരിക്കാനുള്ളവരാണ്, മരണത്തെ അഭിമുഖീകരിക്കാനുള്ളവരാണ്. എന്റെ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചു നോക്കുമെന്ന് പറയുമ്പോ കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാ വസ്തുക്കളുടെ മേലും നാശമുണ്ടെന്ന് പറയുമ്പോ കുല്ലു യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും, നിങ്ങളെ മരിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണോ ആ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുമ്പോ മരണ
മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാ. എങ്ങനെയുള്ള മരണമാണ്? വേദനാജനകമായ മരണമായിരിക്കുമെന്ന് അങ്ങ് ബഖിയന്റെ ഖബർസ്ഥാനിൽ ഒരു സഹാബിയുടെ ജനാസയും മറവ് ചെയ്യാൻ ഖബർ ശരിയാകുന്നതും കാത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളെ ചുറ്റുമിരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലയോ സഹാബാക്കളെ, ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി കൊണ്ട് വെള്ളമൊഴുകുന്നുവോ അത്രയും ലളിതമായി കൊണ്ടാണ് അവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ആയത്ത് കളവാക്കുന്നവരുണ്ടോ? നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയതായ ഇരുമ്പിന്റെ കൊളുത്തിനെ പ്രകാരം ദൃഢതയോടുകൂടെ പിടിച്ച് പറിക്കുന്നുവോ അതിനേക്കാൾ വേദനാജനകമായ മരണമാണെന്ന് കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ്. അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അവന്റെ വേർപാടിന്റെ സമയമാണെന്ന് അവൻ മനസ്സിലാക്കുമ്പോ അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ വേദന സഹിക്കാൻ വയ്യ. കണങ്കാല് കണങ്കാലുമായി കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ ഇലാ റബ്ബിക യൗമഇദിനിൽ മസ്ആക്. നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിച്ചു കൊണ്ടുപോകുന്നത്. എന്റെ സഹോദരാ, ആ മലായികത്തുകൾ വന്ന് റൂഹ് പിടിക്കുമ്പോ നമ്മളുടെ ദൂതന്മാർ അവരുടെ റൂഹ് പിടിക്കുമ്പോ കാലു അവര് ചോദിക്കുന്നു ഐനമാ കുന്തും തദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവരൊക്കെ എവിടെ പോയടോ എന്ന് ചോദിക്കുമ്പോ മലായികത്തുകൾ വന്ന് ചോദിക്കുമേ. ആ സമയത്ത് മനുഷ്യൻ പറയുന്നു കാലു ലല്ലു അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി എന്ന് പറയേണ്ടി വരും. സഹോദര, നമ്മളുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നിമിഷങ്ങളില്ലേ, അവന്റെ വിവാഹത്തിന്റെ ദിവസം അവൻ കുളിച്ചൊരുങ്ങി വരികയാ, അവന്റെ കൂട്ടുകാരവനെ ചിരിതമാശകളോട് കൂടെ പുതുവസ്ത്രങ്ങൾ അണിയിക്കുകയാണ്. ആളുകൾ ചോദിക്കുന്നു എപ്പോഴാണ് വരനിറങ്ങുക എന്ന് ചോദിക്കുന്നുണ്ട്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പുതുമാരനെ ഒരു നോക്കി കാണാനായി ആളുകൾ വരുന്നുണ്ട്. അന്നവന്റെ ആഡംബരമേറിയ വാഹനത്തിൽ അവൻ യാത്ര തിരിക്കുന്നുണ്ട്. അന്നവന് സന്തോഷകരമായ മണിയറ കൂടാറുണ്ടെങ്കിൽ ഇതുപോലൊരു ദിവസം മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഇനിയും ആവർത്തിക്കാനുണ്ട്. അന്ന് നീ ഒറ്റക്കല്ല കുളിക്കുന്നത്, മറ്റുള്ളവർ നിന്നെ കുളിപ്പിക്കുക. അന്ന് ചിരിതമാശകളോടുകൂടെ പുതുവസ്ത്രങ്ങൾ അണിയിച്ചവര് ഇന്ന് ഒറ്റ വീഴുന്ന കണ്ണുനീരുമായാണ് നിന്നെ പുതുവസ്ത്രങ്ങൾ അണിയിക്കുന്നത്. അന്ന് വരൻ എപ്പോഴാണ് ഇറങ്ങുക എന്ന് ചോദിച്ച ആളുകൾ ഇന്ന് ചോദിക്കുന്നത് എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പുതുമാരനെ ഒരു നോക്കി കാണാനായി വന്ന ആളുകൾ അവന്റെ അവസാനത്തെ യാത്രയപ്പ് നൽകാനായി വന്നിരിക്കുകയാണ്. അന്നവന് സന്തോഷകരമായ മണിയറയുണ്ടെങ്കിൽ ഇന്ന് പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിലാണ് അവന്റെ മണിയറ എന്നിരിക്കെ എന്റെ സഹോദര പോകണ്ടേ? കൂട്ടുകുടുംബാദികളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ ആ ഖബറിൽ അവൻ പോയി കിടക്കുമ്പോ അത് ഇരുട്ടറകളുടെ ലോകമാ. അവിടെ മറമാടുമ്പോ ഓരോ കല്ലുകൾ വെക്കും തോറും ഇരുട്ട് വീഴുമ്പോ അന്ന് മറമാടിയ ആളുകൾ മുഴുവനും തിരിച്ചു പോരുമ്പോ അന്ന് രാത്രി പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിൽ ഇരുട്ട് വതക്കുമ്പോ അവിടെ നീ ഒറ്റക്ക് കഴിയേണ്ടി വരുന്നതായ അവസ്ഥയിലൂടെ മേടക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാ. ചിതലും പുഴുക്കൾ മളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും നിന്റെ ശരീരത്തിൽ നിന്ന് മതിക്കുമ്പോ നമ്മുടെ കണ്ണെല്ലാം അഴുകിപ്പോകുമെന്ന് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്. നോക്കുന്ന പക്ഷം മണ്ട് മേ ഭയം കൊണ്ടേ. ഇതൊക്കെ ശാരീരികമായ നാശങ്ങളാണോ? അതിനപ്പുറത്ത് മലായികത്തുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോ ഉത്തരം പറയാൻ കഴിയുന്ന
അറിയുന്നില്ലേ? മലക്കുകളുടെ ശക്തമായ പ്രഹരമേൽക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കബറിൽ കിടന്ന് പുളകുമെന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുമ്പോ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ലല്ലോ. സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ അവരുടെ ശവകുടീരങ്ങളിൽ നിന്നവർ ധൃതിപ്പെട്ടുകൊണ്ട് വരികയാ. കാലു അവർ ചോദിക്കുന്നു, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ആരാ ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്? ഇത് പരമകാരണികൻ കരാറ് ചെയ്തതാണ്. അവന്റെ ദൈവദൂതന്മാര് സത്യപ്പെടുത്തിയതാണെന്ന് പറയുമ്പോ സഹോദര, അത്ഭുതകരമായ ലോകമാ. ആരുമാരും രക്ഷിക്കാനില്ലാത്ത, ആരുമാരും സഹായിക്കാനില്ലാത്ത, ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ നടക്കാത്ത ദിവസമാണെന്ന് പറയുമ്പോ എന്റെ സഹോദരന്മാരെ, അമ്പിയാ മുർസലുകൾ കൈമലർത്തി പോകുന്ന, ഉമ്മമാർക്ക് മക്കളെ വേണ്ടാത്ത, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാത്ത, തന്റെ മടിത്തട്ടിലിട്ട് താലോലി ചോമനിച്ച് വളർത്തിയ മക്കൾക്കെതിരെ ഉമ്മമാര് ശബ്ദിക്കുന്ന നാളാണെന്ന് പറയുമ്പോ അന്ന് മനുഷ്യനെ പരിപൂർണമായി വിചാരണ ചെയ്യുമേ. അവന്റെ ഇടത് കൈയിലൂടെ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഗ്രന്ഥമായി നൽകപ്പെടുമ്പോ അവൻ വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നു, മാലിഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് നാദാ, ചെറുതും വലുതുമായിട്ട് ഒന്നുമേ ഒഴിവാക്കിയിട്ടില്ലല്ലോ നാദാ എന്ന് മനുഷ്യൻ വിലപിച്ചു പോകുമ്പോ പരിപൂർണമായി വിചാരണ ചെയ്യുമേ. ആരെന്ന് അണുതൂക്കം നന്മ ചെയ്യുന്നവോ, നിലത്ത് വീഴുന്ന പഞ്ചസാരത്തിരി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം മാറി നന്മ ചെയ്തുവോ, ആ നന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന ആരെന്ന് അണുതൂക്കം തിന്മ ചെയ്യുവോ, ചെറിയൊരു താരത്തിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിലൂടെ പാറിക്കളിക്കുന്ന ധൂളത്തിലെ നിസ്സാരമായൊരു ധൂളത്തിന്റെ കനമെങ്ങാനും ആര് തിന്മ ചെയ്യുന്നുവോ, ആ തിന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന അന്ന് മീസാനും സത്യമാണെന്ന് 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്ത് പഠിപ്പിക്കുമ്പോ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത്. അന്ന് നബിമാരും ജനങ്ങളും പരിപൂർണമായും ചോദ്യം ചെയ്യപ്പെടുന്ന നാളിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരികയാണോ? സഹിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന അഹ്വനു അഹ്ലിന്നാരി അദാബാ, നരകത്തിന്റെ ആളുകളിൽ നിസ്സാരമായ ശിക്ഷ അവരുടെ കാൽപാദത്തിനടിയിൽ ഒരു തീക്കനൽ വെക്കുമ്പോ അവരുടെ തലച്ചോറ് പോലും തിളച്ചുമറിയുന്നത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണെങ്കിൽ, ഇല്ല റബ്ബേ, അത് സഹിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല നാദാ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോടൊന്ന് തേടാൻ ചെമ്പിരാലുള്ള നഖങ്ങളെ കൊണ്ട് സ്വന്തം ശരീരം മാന്തിപ്പൊളിക്കുന്നവരും കുടൽമാല പുറത്ത് ചാടി കഴുതാസുകല്ലിനെ വട്ടം ചുറ്റുന്ന പോലെ നട്ടം തിരിയുന്നവരും ആ നരകത്തിന്റെ കാഴ്ചകളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ സഹോദരന്മാര്. ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ സൈലൻസ് ഇറങ്ങാനും ഒന്ന് കാലിന്റെ മേലെ തട്ടുമ്പോ ആഴ്ചകളോളം ഉറക്കം നഷ്ടപ്പെടുന്ന നാം എങ്ങനെയാ ആ നരകത്തിന്റെ തീരെ സഹിക്കുക? ഒരു മെഴുകുതിരിയെങ്ങാനും കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ തിരിനാളമെങ്ങാനും കയ്യിന്റെ മേലെ തട്ടുമ്പോ വേദന കൊണ്ട് കൈവലിക്കുന്ന നാം എങ്ങനെയാ ആ നരകത്തിന്റെ തീയിൽ നമ്മൾ കഴിയുക? അതുകൊണ്ട് രക്ഷപ്പെടേണ്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മുസ്ലിയാക്കന്മാരുണ്ടോ? സ്നേഹത്തോടുകൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ ആയത്ത് വിറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണോ? അവരുടെ വയറുകളിൽ അവർ തീയല്ലാതെ നടക്കുന്നില്ല. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞില്ലേ, ശപിക്കുന്നവര് മുഴുവനും അവർ ശപിച്ചുകൊണ്ടിരിക്കുമേ.
അതുകൊണ്ട് സഹോദര, നാളെയുടെ വിജയത്തിന് വേണ്ടി കൃത്യമായ തൗഹീദിൽ അധിഷ്ഠിതമായ ബിദ്അത്തുകളെ പരിപൂർണമായി ഒഴിവാക്കുന്ന, രണ്ട് തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും മോചനമില്ല. ബിദ്അത്തും ശിർക്കും, ബിദ്അത്ത് ചെയ്തവന്റെ ഹൗദുൽ കൗസർ പോലും ഇല്ലാതെ അവൻ വലയും. ശിർക്ക് ചെയ്തവൻ ഒരു കാലത്ത് മോചനമില്ലാതെ അള്ളാഹുവിനോട് പറയും, നാദാ ഒന്ന് മടക്കി തരുമോ റബ്ബേ? അള്ളാഹു തആല പറയും, അനുഭവിച്ചോ, നീ അനുഭവിച്ചോ, നീ സമ്പാദിച്ചതല്ലടാ. അല്ലാഹ് പറയില്ലേ? അതുകൊണ്ട് അവിടുത്തെ മോചനത്തിന് വേണ്ടിയിട്ടാ സഹോദരന്മാരെ. നിങ്ങൾ ആലോചിക്ക്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. രണ്ട് വിഭാഗം ആളുകളും അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹു പറയാ, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ അള്ളാഹ് മാത്രം തേടി എന്നുള്ളതിന്റെ പേരിൽ മുജാഹിദുകൾ അള്ളാഹു നരകത്തിൽ എറിയുമോ? ഒരിക്കലുമില്ലല്ലോ. നേരെ മറിച്ച് ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ച, ഹദീസിന്റെ ഖണ്ഡിതമായ നസ്സോടുകൂടെ ഏകദൈവാരാധന പഠിപ്പിക്കുമ്പോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോ അള്ളാഹു അല്ലാത്തവനോട് ആരാധിച്ചവന്റെ അവസ്ഥ എന്താ? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗ്ഗം എന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ടോ? വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്തിലൂടെ. എന്റെ സഹോദര, അവിടുത്തെ മോചനത്തിന് വേണ്ടി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് റബ്ബേ. ഈ പ്രദേശത്തിന്റെ ആളുകൾക്ക് നിന്റെ തൗഹീദിന്റെ ശബ്ദം ഇതാ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. നിങ്ങളോട് ഇത്രയും പറഞ്ഞത് ആ ഒരു ദഅവത്തിന്റെ ബോധമുള്ളത് കൊണ്ടാ. നിങ്ങൾ ആരെയും വെറുപ്പിക്കാനല്ല പൊന്നുമോനെ. നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ലടാ, നിന്നോടുള്ള വിദ്വേഷം കൊണ്ടല്ലടാ, നിന്നോടുള്ള സഹതാപം കൊണ്ട്, നിന്നോടുള്ള വേദന കൊണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ? നീ അനുകരിച്ചോ, നീ പഠിച്ചോ, നീ ചിന്തിച്ചോ, നീ അറിഞ്ഞോ, മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രം. ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമേ എന്ന വസിയത്തോടുകൂടെ അതാ നാളെ കത്തിയാളും നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ നീ മാറ്റില്ല തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.